അതിഥി തൊഴിലാളികൾ നമ്മുടെ കരുത്തോ അതോ ആശങ്കയോ? കേരളത്തെ കുറിച്ച് എന്താ ഒരു അഭിപ്രായം? കേരള കേരളത്തിന്റെ വളർച്ചയ്ക്ക് അതിഥി തൊഴിലാളികൾ നിർണായകമാണ്. ആ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു മലയാളീസിന് ഒരു പെൺകുട്ടിക്ക് നടന്നു പോകാൻ പറ്റില്ല. പണിയെടുക്കുന്നത് അതിഥികളോ അതോ അജ്ഞാതരോ? നാട് റോട്ടിൽ നിന്നിട്ട് ഇവർ വൃത്തിയായിട്ട് ചെയ്യുന്നു ഞങ്ങൾ കാണിച്ചു. മലയാളികളുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഒരു പരിധിവരെ ലഹരിയുടെ വ്യാപനം നടക്കുന്നത്. റൈറ്റ് ടു വർക്ക് എന്ന് പറയുന്നത് ഒരാളുടെ മൗലികാവകാശം. അതിഥി തൊഴിലാളികൾ നമ്മുടെ ശത്രുക്കളല്ല, നമ്മുടെ നാടിന്റെ നട്ടെല്ലായി മാറിക്കഴിഞ്ഞു. മലയാളി സ്വന്തം നാട്ടിൽ അന്യനാവുന്നു. കായികമായിട്ടോ മറ്റു രീതിയിൽ സജീവമായിട്ട് തൊഴിലെടുക്കുന്ന ആളുകളുടെ എണ്ണം അതിഭയങ്കരമായിട്ട് കുറയാൻ പോകും. അതിഥി തൊഴിലാളികൾ കേരളത്തിന്റെ ഗതി മാറ്റുന്നുണ്ട്. മൈഗ്രേൻ ലേബേഴ്സിന് നമുക്ക് കൂടെ ആവശ്യമാണ്. ഹരിതകർമ്മസേന ജോലി ചെയ്യുന്ന ആളുകളാണ്. വളരെ ദയനീയമായ ഒരു അവസ്ഥയിൽ പക്ഷെ ഞങ്ങൾക്ക് ജോലി ചെയ്യാതിരിക്കാൻ കഴിയില്ല. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഗോപു നന്ദിലെ ജിമാർ തമിഴ് ബൈ SK. നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ജോലി തേടി ഗൾഫ് നാടുകളിലേക്ക് പോകും. എന്നാൽ നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലി തേടി കേരളത്തിലേക്ക് വരുന്ന കുറേ അധികം ആളുകളുണ്ട്. അവരെ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്നു. 40 ലക്ഷത്തിലധികം ആളുകൾ ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലേക്കുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ കെട്ടിട വ്യാവസായിക കാർഷിക മേഖലകളിലൊക്കെ ഇന്ന് അവർ നട്ടെല്ലായി മാറിക്കഴിഞ്ഞിരുന്നു. അവരില്ലാതെ പല സ്ഥാപനങ്ങളും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? പരിശോധിക്കുന്നു ഈ സംവാദം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഇവരാണ്: സെന്റർ ഫോർ മൈഗ്രന്റ് പോളിസി ആൻഡ് ഇൻക്ലൂസീവ് ഗവൺമെന്റ് ചെയർപേഴ്സൺ ഡോക്ടർ MV ബിജുലാൽ, അതിഥി തൊഴിലാളി മുഹമ്മദ് അസദുള്ള ദിവാൻ, അതിഥി തൊഴിലാളികളുടെ ജോലി എടുപ്പിക്കുന്ന ബിൽഡിംഗ് കോൺട്രാക്ടർ K മോഹനൻ, മാനവ് മൈഗ്രന്റ് വെൽഫെയർ ഫൗണ്ടേഷൻ സംസ്ഥാന കോർഡിനേറ്റർ സാദിഖ് അലി PA, KN രാജ് സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ ഗസ്റ്റ് ഫാക്കൽറ്റിയും റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ ടോമി ജോസഫ്, സമീപകാലത്ത് വിവാഹിതനായ അതിഥി തൊഴിലാളി ശ്യാം സുന്ദറിന്റെ ഭാര്യ മീനാക്ഷി ഗൌഡ, ഓൾ കേരള സാമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചറിംഗ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, 51 കൊല്ലമായി കേരളത്തിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളി പൊൻരാജ് ചിന്നക്കാളൈ, ചലച്ചിത്ര സംവിധായകനും ബ്ലോഗറുമായ ഇമ്മാനുവൽ, പെരുമ്പാവൂർ ലഹരി വിരുദ്ധ പോരാട്ടം കൺവീനറും അധ്യാപകനുമായ K നൌഷാദ് മാസ്റ്റർ, അതിഥി തൊഴിലാളികളുടെ ലഹരി വിൽപ്പനയ്ക്കെതിരെ പ്രതികരിച്ച് ജയിലിലായ പൊതുപ്രവർത്തകൻ ഷെരീഫ് പുല്ലാട്ട്, അതിഥി തൊഴിലാളികളുടെ കുട്ടികൾക്കുള്ള ഷെൽട്ടർ ഹോമിന്റെ ഡയറക്ടർ ഫാദർ അഭിലാഷ് പാലക്കുടിയിൽ, സുപ്രീം കോടതി അഭിഭാഷകൻ ശ്രീജിത്ത് പെരുമന. ഹായ് ശ്യാം സുന്ദർ. കല്യാണം കഴിച്ചിട്ട് എത്ര കാലമായി? 1.5 ആഴ്ച ആവുന്നേ ഉള്ളൂ. ഏത് സംസ്ഥാനക്കാരാണ്? ഞാൻ ശരിക്കും മുംബൈ ആണ്, മഹാരാഷ്ട്രയിലുള്ള മുംബൈ. മറാഠിയാണ് ആക്ച്വലി. ഇവളെ കർണാടക, ഉത്തര കർണാടകയിലുള്ള അങ്കോള എന്ന് പറഞ്ഞ സ്ഥലത്തിലെ കുട്ടിയാണ്. ഇവിടെ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മീനാക്ഷി. ഇവിടെ വന്ന് കണ്ടതിന് ശേഷമാണോ നിങ്ങളെ കല്യാണം കഴിച്ചതോ? അതെ അതെ അതെ. പ്രണയമായിരുന്നോ? അതെ. അപ്പൊ മഹാരാഷ്ട്രയും കർണാടകവും ചേർന്നപ്പോ എങ്ങനെയുണ്ട്? കേരളത്തിലായതുകൊണ്ട് വളരെ ഭംഗിയായി പോകുന്നു അല്ലേ? എവിടെ താമസിക്കും നിങ്ങൾ? എറണാകുളത്തുള്ള KSRTC ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെ ഗാന്ധിനഗർ എന്ന സ്ഥലമുണ്ട്. അവിടെ തൊട്ടടുത്ത്. എത്ര വർഷം പൂർത്തിയാക്കി കേരളത്തില്? 10 years. 10 കൊല്ലം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോ ഭർത്താവ് മിണ്ടരുതേ. എങ്ങനെയോ കേരളത്തെ കുറിച്ച് എന്താ ഒരു അഭിപ്രായം? കേരള ഗുഡ്, അച്ഛാ ഹേ. മലയാളം അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടു അല്ലേ ഈ നാട്? താങ്കൾക്ക് പിന്നെ നന്നായിട്ട് മലയാളം അറിയാം. അതെ, ഞാൻ പഠിച്ചത് മൊത്തം ഓർഫനേജിലായതുകൊണ്ട് ഞങ്ങൾ ഡോൺ ബോസ്കോ സ്നേഹമോനിലാണ് പഠിച്ചത്. അപ്പൊ മലയാളത്തിൽ തന്നെയാണ് പഠിച്ചതും എല്ലാം. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഓർഫനേജ് ഒക്കെ? ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു ഫീൽ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഡോൺ ബോസ്കോയിൽ എത്തിയത് എങ്ങനെയാ? അത് ചെറുപ്പത്തിൽ ഞാൻ മിസ്സായി പോയതാണ്. 4 വയസ്സുള്ള സമയത്ത് മിസ്സായി പോയതാണ്. 4 വയസ്സ് എനിക്ക് അന്നുള്ളൂ. അന്ന് പിന്നെ അതിനുശേഷം ഞാൻ കുറെ ട്രെയിനൊക്കെ തുടച്ചു, സീറ്റിനടിയിലൊക്കെ ഉറങ്ങി. അങ്ങനെ കേരളത്തിലൊന്ന് പെട്ടു. കേരളത്തിലൊന്ന് പെട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ലായിരുന്നു. ഫുഡ് കഴിക്കാനൊന്നും കിട്ടിയില്ല. സാധാരണ ട്രെയിനിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരുന്നു. ഇത് കേരളത്തിലൊന്ന് പെട്ട് കൊല്ലത്തായിരുന്നു ഞാൻ ആദ്യമായിട്ട് വന്നത്. കൊല്ലത്ത് ഇറങ്ങി വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ട്രെയിൻ പോയി. പിന്നെ ഓടിക്കയറാൻ പറ്റില്ല, കുഞ്ഞായതുകൊണ്ട് ഓടിക്കയറാൻ പറ്റില്ല. പിന്നെ അവിടെ റെയിൽവേ ട്രാക്കിൽ കിടക്കുന്ന ഫുഡ് കഴിക്കുന്ന സമയത്താണ് ഒരു ചേച്ചി കണ്ടത്. ആ ചേച്ചിയാണ് പിന്നെ എന്നെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്ത് സ്റ്റേഷനിലേക്ക് ഇട്ട് പിന്നെ അവിടുത്തെ അധികാരികളൊക്കെ വിളിച്ചു. അവർ പിന്നെ എന്നെ ഒരു കൊല്ലത്തുള്ള ഒരു വൃദ്ധന്മാരുടെ സ്ഥാപനത്തിൽ കൊണ്ടാക്കി. അവിടെ കുറച്ച് നാളൊക്കെ ഓടിപ്പിടിച്ചൊക്കെ നടന്നു. അതിനുശേഷം അവിടെ പള്ളി പ്രാർത്ഥിക്കാൻ വേണ്ട ഇടയ്ക്ക് അച്ഛൻ വരുമായിരുന്നു. പള്ളിയിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വരുമായിരുന്നു. അപ്പം അച്ഛൻ വന്നിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ശ്രദ്ധയിൽ ഒരു കുഞ്ഞു കൊച്ചു അതിലൂടെ ഓടി നടക്കുന്നു. വീട്ടുകാരും അന്വേഷിച്ച് വന്നിട്ടില്ല, അറിയത്തില്ല അല്ലേ?
ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അവർ അന്വേഷിച്ചിട്ടുണ്ടാവും. കണ്ട് ആരെങ്കിലും പറഞ്ഞു വീട്ടുകാർ അന്വേഷിച്ചു വരുമോ? വന്നാൽ നല്ലത്. അല്ലെ, വീട്ടുകാർക്ക് തിരിച്ചറിയാൻ എന്തുവാ തെളിവുള്ളത് താങ്കൾക്ക്? തെളിവെന്ന് പറയാൻ വേണ്ടി ആകെ ഒരു മറുക് മാത്രമേ ഉള്ളൂ. മറുകുണ്ട്, പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ല. മിസ്സായി പോയതാണ്. എങ്ങനെയാണോ കണ്ടുപിടിച്ചത്? ഞാനൊരു ഫിഷ് കമ്പനിയിൽ വർക്ക് ചെയ്യാറുണ്ട്. ഫിഷ് कंपनी मछली फिश कंपनी में मैं काम करती थी. उस टाइम में उसका फ्रेंड का साथ आता था. उस टाइम में देखा. ഓക്കെ, ഞാൻ ഡോക്ടർ ബിജുലാലിലേക്ക് വരാം. ഇപ്പൊ ഏതാണ്ട് 10-40 ലക്ഷത്തിലധികം ആൾക്കാർ 5,46,000 എന്നുള്ളൊരു കണക്കാണ് ഈ സർക്കാർ കണക്കായിട്ട് വന്നിരിക്കുന്നത്. സർക്കാരിന്റെ കണക്കെന്നുള്ള അതെ, നമ്മളിപ്പോ അതൊരു ഏറ്റവും താഴത്തെ ഒരു കണക്കെന്ന് പറയും. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കണക്കെന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. കാരണം ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ സമഗ്രമായ നടപടിക്രമങ്ങൾ നടപ്പാക്കാൻ വേണ്ടി. അതെ, അപ്പൊ അതിന് ഒരുപക്ഷെ ഇതിനേക്കാൾ ഗൗരവമായ രീതിയിൽ സൂക്ഷ്മമായ രീതിയിലുള്ള ഒരു മാതൃക വാസ്തവത്തിൽ പോസിബിൾ ആണ്. അത് നടക്കും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങളുടെ പഠനത്തിലൂടെ നമ്മൾ മുന്നോട്ട് വെച്ചൊരു കാര്യം. ഈ അതിഥിത്തൊഴിലാളിയുടെ ഏത് മേഖലയിലാണ് നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്? ഞാൻ ഈ പഠനത്തെ മുൻനിർത്തിയാണ് സംസാരിക്കുന്നത് കൂടുതലും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് 60% ആളുകൾ തന്നെ നമുക്ക് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള രീതിയിലും അതേസമയം തന്നെ കൺസ്ട്രക്ഷനിൽ നിന്നുകൊണ്ട് തന്നെ മറ്റ് രീതിയിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് പലതരം തൊഴിലുകളിൽ നിൽക്കുന്ന ആളുകളും നമുക്ക് കൃത്യമായി അങ്ങനെ ഒരു കണക്ക് പറഞ്ഞ് ഇന്ന ആളുകൾ ഇന്ന രീതി മാത്രം നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഫാക്ടറി ഉടമകളും അല്ലെങ്കിൽ ചില തൊഴിൽശാലകളിൽ അവർ പാർപ്പിക്കുന്നവരും അതിൽ ചിലപ്പോൾ പൈസ കൊടുത്തിട്ട് താമസിപ്പിക്കുന്നു. ഇങ്ങനെ കൃത്യമായിട്ടൊരു തരം ക്യാപ്റ്റീവ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ലേബറുണ്ട്. നമുക്ക് മുനിസിപ്പൽ അതോറിറ്റി 2016 നിയമപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ താമസ സ്ഥലങ്ങളിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് അവിടുത്തെ ജീവിത സൗകര്യങ്ങളെ മനസ്സിലാക്കിയുള്ള നടപടിക്രമങ്ങൾ നടത്താമെന്നുള്ള ഒരു രീതിയിലുള്ളൊരു കാര്യം നമുക്ക് നിയമപരമായിട്ട് തന്നെ ഉണ്ട്. ഇതിലൊരു സിസ്റ്റം നിലവിൽ വന്നിട്ടുണ്ടോ? ഇപ്പോൾ നമുക്കത് കുറച്ചെങ്കിലും ഉണ്ടെന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം അത് പൂർണ്ണമായിട്ടും ഒരു സർക്കാർ സംവിധാനത്തെ നിരാകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് തീരെ ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഈ പഠനത്തിൽ ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നിയിരുന്ന ഒരു കാര്യം ഒരുപക്ഷെ കുറച്ചുകൂടെ മോശമായ ഒരു അവസ്ഥ എന്നുള്ള രീതിയിലായിരുന്നു 3 വർഷം മുമ്പ് ഈ പഠനത്തിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ അതിനുശേഷം നമ്മൾ വളരെ വ്യത്യസ്തമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. അപ്പോൾ മുജീബുർ റഹ്മാൻ, താങ്കൾ എനിക്ക് തോന്നുന്നു അവിടെ തടിമില്ലൊക്കെ നടത്തുകയാണല്ലേ? അപ്പോൾ ഈ പെരുമ്പാവൂരിൽ നല്ല നമ്പർ ഉണ്ടല്ലോ, അത് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തുവാ? പ്രശ്നം ഇവരെ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ സർക്കാർ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങളുടെ തൊഴിലാളികളൊക്കെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ തന്നെ താമസിക്കുന്നവരാണ് കൂടുതൽ. ഏതാണ്ട് ഒരു 1.5 ലക്ഷത്തോളം തൊഴിലാളികൾ ഞങ്ങളുടെ ഈ മരവ്യവസായവുമായി ബന്ധപ്പെട്ട് 1.5 ലക്ഷം ഏതാണ്ട് മരവ്യവസായവുമായി ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 40 ലക്ഷം എന്നുള്ള കണക്കൊന്നും അത്ര കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല മൊത്തത്തില്. ഏതായാലും ഒരു 1.5 ലക്ഷത്തോളം തൊഴിലാളികൾ ഞങ്ങളുടെ മരവ്യവസായവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നു. 2002 സുപ്രീം കോടതി നോർത്തിലുള്ള ആസാമിലൊക്കെ ഉള്ള പ്ലൈവുഡ് കമ്പനികൾ ബാൻ ചെയ്തു. ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് കമ്പനികൾ ബാൻ ചെയ്തു. ആ സമയത്ത് ഏതാണ്ട് യാദൃശ്യം എന്നോണം ഇവിടെ ആ സമയത്താണ് പുതുതായി പ്ലൈവുഡ് ഫാക്ടറി വന്നത്. അപ്പോൾ തൊഴിൽ തേടി പ്ലൈവുഡ് കമ്പനിയിലേക്ക് തൊഴിൽ തേടിയാണ് ആദ്യമായിട്ട് ആസാമിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ അവർ മറ്റു തൊഴിലുകളിലേക്കും വ്യാപിക്കുകയായിരുന്നു. പക്ഷേ ഗവൺമെന്റ് റെഗുലേഷൻ കൊണ്ടുവരാൻ താമസിച്ചു എന്നാണോ താങ്കളുടെ അഭിപ്രായം? ഗവൺമെന്റ് റെഗുലേഷൻ കൊണ്ടുവരാൻ താമസിച്ചു എന്നല്ല. അതായത് ഇതിനിപ്പോ പോലീസ് ആണെങ്കിലും ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം, ഇവരിപ്പോ റോട്ടിലൂടെ നടക്കുമ്പോൾ അവരുടെ അടുത്ത് വിളിച്ച് നിയമപരമായിട്ട് തിരിച്ചറിയൽ കാർഡ് ചോദിക്കാൻ വകുപ്പില്ല. അത് പാർലമെന്റ് നിയമം പാസ്സാക്കണം. കോൺട്രാക്ടേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഒരു രജിസ്ട്രേഷൻ അതുണ്ട്. പക്ഷെ ഈ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന രേഖകളൊന്നും ശരിക്കും നമുക്ക് വിശ്വസനീയമല്ല. അവരുണ്ടാക്കി കൊണ്ടുവരുന്ന രേഖകളാണ്. അത് കൃത്യമാണെന്ന് നമുക്ക് പരിശോധിക്കാൻ മാർഗമില്ല. പക്ഷെ തിരിച്ചറിയൽ കാർഡ് മാൻഡേറ്ററി ആക്കിയാൽ തീർച്ചയായിട്ടും പോലീസിന് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരെ റോഡിൽ വെച്ച് കാണുമ്പോൾ ഇവരെ തിരിച്ചറിയൽ കാർഡ് പരിശോധിക്കാനും ഇവർ നിയമവിധേയമായിട്ട് ഇന്ത്യക്കാരനാണോ അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും കുഴപ്പത്തിൽ പെട്ടാൽ ഇവരെ പിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെ ഈ തിരിച്ചറിയൽ കാർഡ്. ബംഗ്ലാദേശ് പോലെയുള്ള അയൽ രാജ്യങ്ങളിൽ നിന്ന് ഈ കള്ള പാസ്പോർട്ടിലൊക്കെ വിസയിലൊക്കെ ആൾക്കാർ വരുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ തെളിവൊന്നും പറയാനില്ല, അറിയില്ല. ഓക്കെ, യഥാർത്ഥത്തിൽ ഈ അതിഥി തൊഴിലാളി താമസിക്കുന്ന പല ഇടങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മുടെ എക്സൈസ് സംവിധാനമൊക്കെ ലഹരിയും ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഈ ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്പറുകൾ കൂടുന്നുണ്ടോ? നമ്പറുകൾ കൂടിയാൽ പ്രശ്നമുണ്ടോ? പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ അവര് കൂട്ടമായി താമസിക്കുന്ന ഏരിയകൾ, അത്തരം സ്ഥലങ്ങളിലൊക്കെ സംഘടിതമായ ലഹരി വിൽപ്പന ഉണ്ട്. അതിപ്പോ അവരെ കൊണ്ട് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിന്റെ പിന്നിൽ മലയാളികൾ ഉണ്ട് താനും.
ഈ ബൾക്ക് മാതിരി ഇപ്പോൾ 1000 ആളുകൾ താമസിക്കേണ്ട സ്ഥലത്ത് 5000 ആൾക്കാരെ താമസിക്കണം. ഈ ഓണർമാർ കെട്ടിടങ്ങൾ നിർമ്മിച്ചേക്കുക. ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരമുള്ള നിയമപ്രകാരമുള്ള കെട്ടിടങ്ങളൊന്നുമല്ല. പടുത്തുയർത്തിയ കെട്ടിടങ്ങൾ. ഇവിടെ ബൾക്കായിട്ട് ഒരു റൂമിൽ 10 ആൾക്ക് ഒരു 50 ആൾ 60 ആളെയും പെർ ഹെഡ് വെച്ച് പൈസ വെച്ച് മേടിച്ചുകൊണ്ടാണ് ഇവരെ താമസിക്കുന്നത്. ഇപ്പൊ പെരുമ്പാവൂർ ബായ് കോളനി, അവിടെ 5000-ലധികം ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയ ആണ്. അവിടെ എന്തും കിട്ടും. പെണ്ണ് വേണോ, പെണ്ണ് കിട്ടും. സാറിന് ചീട്ട് കളിക്കണോ, പൈസ വെച്ചിട്ട് 10 ലക്ഷം രൂപ വെച്ച് സാറിന് അവിടെ കളിക്കാം. സാറിന് ഇനി അതല്ല ഹഷീഷ് വേണോ, ഹെറോയിൻ വേണോ, MDMA വേണോ, കഞ്ചാവ് വേണോ, എന്താണ് പിടിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ എക്സൈസ് സംവിധാനം പൂർണ്ണ പരാജയമാണെന്ന് പറയാതെ യാതൊരു രക്ഷയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. ഞങ്ങൾക്ക് അറിയാവുന്നത് പെരുമ്പാവൂർ പോലീസിനെ സംബന്ധിച്ച് അവർ പണിയെടുക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഒരു വീട്ടില് അതിർത്തി തർക്കം മുതൽ കല്യാണ കേസ് വരെ തീർക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഇതിനു വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ട ഒരു ഓപ്പൺ എക്സൈസ്. പെരുമ്പാവൂർ എക്സൈസിൽ ഈ അടുത്ത് 32 ആളുകളെ കൈക്കൂലി കേസിൽ സ്ഥലം മാറ്റിയ സ്ഥലം കൂടിയാണ്. പക്ഷെ പോലീസ് അവിടെ ഓടിയെത്തുന്നുണ്ട്. 112ലേക്ക് വിളിച്ചാൽ പോലീസ് വരും. അവർക്ക് ഒരുപാട് കേസുണ്ട്. അവർ പലപ്പോഴും നമ്മളോട് പറയും, നിങ്ങൾ കുറച്ച് എക്സൈസിന് ഏൽപ്പിച്ചു കൊടുക്ക്, തലേന്ന് ഭാരം ഒഴിവാക്ക്. പക്ഷെ ഇതൊരു സംഘടിതമായ കേരളത്തിൽ ഇപ്പൊ നമ്മൾ നോക്കുക 10 ആൾ ഇതൊരു സാമൂഹിക പ്രശ്നമായി മാറും. ഈ 5000 പേരൊക്കെ താമസിക്കുന്ന സ്ഥലത്തൊക്കെ പോലീസിന് നിർലോഭമായിട്ട് കടന്നു ചെല്ലാൻ പറ്റുമോ? ഇപ്പൊ നിർലോഭമാണ്. ഇപ്പോ ഞങ്ങളുടെ ഇപ്പൊ പ്രിയപ്പെട്ട സുഹൃത്ത് ഷെരീഫ് പുല്ലാട്ട് ജയിലിൽ പോയി. അതിന്റെ ഒരു അനന്തരഫലം. ഈ ജയിലിൽ പോകാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഞങ്ങൾ അവിടെ ഈ നിരീക്ഷിക്കണ്ടായിരുന്നു. ഈ ബംഗാൾ കോളനിയുടെ ഭാഗത്ത് ഞങ്ങൾ ഒരു 10-25 പേര് എപ്പോഴും നിരീക്ഷണത്തിലാണ്. ഒരു മാസമായിട്ട് ഞങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ രാത്രി കാലങ്ങളിൽ അവിടെ ഈ മയക്കുമരുന്ന് അന്വേഷിച്ചും എല്ലാ കാര്യങ്ങൾക്കും വരും. അപ്പൊ എറണാകുളം ഭാഗത്തുനിന്ന് ഹോസ്റ്റലിൽ താമസിക്കുന്ന 2 വിദ്യാർത്ഥികൾ, ഒരു 18 വയസ്സുള്ളൂ. അവർ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങള് സംശയം തോന്നി അവരെ പിടിച്ചിരുത്തി. അപ്പൊ അവർ ആദ്യം അതിനെല്ലാം വന്ന് ഞങ്ങളൊന്നും കാണാൻ വന്നാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായി ഇതിനു വേണ്ടി വന്നതാണ്. അവരെ പിടിച്ചിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവര് ലാസ്റ്റ് സമ്മതിച്ച് ഞങ്ങളിങ്ങനെ MDMA വാങ്ങാൻ വന്നതാണ്. 9,000 രൂപ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കും. ഇത് തിരിച്ചു കൊണ്ടുപോയി ഹോസ്റ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വീതം വയ്ക്കും. അപ്പൊ അവർക്ക് വലിക്കാനുള്ളതും കിട്ടും, 12,500 രൂപ ലാഭവും കിട്ടും. അപ്പൊ ഞങ്ങൾ ഈ ഫോൺ വാങ്ങിച്ച് കയ്യിൽ വെച്ച് 2 മണി വരെ അവരെ കൂടെ നിർത്തി. 17-18 വയസ്സുള്ള ആൺപിള്ളേരും പെൺപിള്ളേരും കോളേജിൽ പഠിക്കുന്ന ഹോസ്റ്റലിൽ പഠിക്കുന്ന പിള്ളേർ ഇവര് ഫോണിലേക്ക് വിളിച്ചോണ്ടിരിക്കുക. നിങ്ങൾ സാധനം വാങ്ങിക്കാൻ പോയിട്ട് 11 മണിക്ക് പോയതാൽ ഞങ്ങൾ വിട്ടാലേ അവർക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങൾ അവർ പൈസ ട്രാൻസ്ഫർ ചെയ്ത് നോക്കിയപ്പോ ആ കോളനിയിലുള്ള ഒരു കടയിലേക്കാണ് പൈസ ട്രാൻസ്ഫർ ചെയ്തേക്കണേ. അവരവിടെ നിർത്തിയിട്ട് പിറ്റത്തെ ദിവസം രാവിലെ ബംഗാളിൽ നിന്ന് ഒരു മർഡർ കേസിലും തോക്ക് കൈവശം കേസിലും അവിടുന്ന് ഒളിവിൽ വന്നേക്കണ ഒരുത്തൻ പെരുമ്പാവൂരുണ്ടായിരുന്നു. അവരെ ഞങ്ങൾ വീട് വളഞ്ഞ് പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചു. അവനും പൈസ ട്രാൻസ്ഫർ ചെയ്തേക്കണ ഈ പറയുന്ന കടയിലേക്കാ. അപ്പൊ ഈ 2 പേരും പൈസ ട്രാൻസ്ഫർ ചെയ്തേക്കണ ആളെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥ കച്ചവടക്കാരനെ കിട്ടും. അങ്ങനെ ഞങ്ങൾ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പോലീസ് വന്ന് നിങ്ങൾക്ക് ഇതിൽ ആരാധികാരം തന്നെ പറഞ്ഞ് ഞങ്ങളെയൊക്കെ അതെ കസ്റ്റഡിയിൽ എടുത്തു. അല്ല പോലീസ് ഒരു 1/2 മണിക്കൂർ വൈകി വന്നെങ്കിൽ അവിടെ പെരുമ്പാവൂരത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കച്ചവടക്കാരനെ ഞങ്ങൾ പിടിച്ചു കൊടുത്തേനെ. അതിനുള്ള അവസരം ഞങ്ങൾക്ക് തന്നില്ല. അങ്ങനെയാണ് ഞാൻ അകത്ത് പോയി. ഉപയോഗിച്ചു. അത് ശരിയാണ്. 7 ദിവസം. എങ്ങനെയുണ്ട് ജയിലിലെ സിറ്റുവേഷൻ ഒക്കെ? ജയിൽ അടിപൊളിയാണ്. ഞങ്ങൾ ഇവിടുന്ന് പിടിച്ച ആൾക്കാരൊക്കെ ജയിലിലുണ്ട്. ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും മയക്കുമരുന്ന് കേസിലെ പ്രതികള്. അതിന്റെ കൂടെയാണ് നിങ്ങൾ ഇട്ടത്? അതിന്റെ കൂടെ കിടന്നത്. ഓക്കെ. അപ്പൊ താങ്കള് ആൾക്കാരെ ഇവരെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഒരു 15 വർഷത്തിൽ കൂടുതലായിട്ട് ഈ അതിഥി തൊഴിലാളികളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു. എത്ര പേരുണ്ട് കൂടെ? ഒരു 15 പേര് അതേ ഉള്ളൂ. അവരെ കൊണ്ട് അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് എന്റെ അടുത്തുള്ളവർ ലഹരി കഴിക്കുന്നില്ല. എങ്ങനെയാ ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത്? പെരുമ്പാവൂരിന്ന് വിളിക്കണം. ഇപ്പൊ അവിടെ തന്നെ അവൈലബിൾ അതിൽ വേണ്ട. പെരുമ്പാവൂരിന്ന് വിളിച്ച് നമ്മള് പരിചയപ്പെട്ട് കഴിയുമ്പോൾ മോഡലിൽ പണിയിപ്പിച്ചു നോക്കും. പണിയാ അടുപ്പിക്കുന്നത് കല്ല് പണി മുതല് തേപ്പ്, സെന്ററിങ് പണി, കമ്പിപ്പണി എല്ലാം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തിരിച്ചു വിടും. അവർ കൊള്ളാമെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ ഒരുവിധം മര്യാദയൊക്കെ ഉള്ള ആളാണെന്ന് തോന്നിയാൽ എന്റെ നേരെ മുഖത്ത് നോക്കി പറയണം, കള്ളം പറയുന്നത്. അതായത് ഇവരാണോ നല്ല പണിക്കാർ, നമ്മുടെ ആൾക്കാരാണോ നല്ല പണികൾ? ഇതിപ്പോ ഇവര് തൊഴിലാളികൾ ഇവര് തന്നെ അല്ലേ? കാരണം അവര് വന്ന ഒരു 6 മാസം നിൽക്കും. ആ 6 മാസത്തിന്റെ ഇടയ്ക്ക് 6 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ലീവ് എടുക്കുള്ളൂ. കറക്റ്റായിട്ട് പണിക്ക് വരും, കറക്റ്റായിട്ട് പൊക്കോളും. അതിനൊന്നും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് പൈസയും കൊടുക്കും. അവര് പോകുമ്പോ വണ്ടി കാശും കൊടുത്താ വിടണേ. ചിലര് പ്ലെയിനിലാ പോണേ. ഇവര് എത്ര മാസം കൂടുമ്പോഴാണ് വീട്ടില് അവര് ബംഗാളിൽ നിന്നൊക്കെയാണല്ലോ വരുന്നത്? 6 മാസം കഴിയുമ്പോ. അപ്പൊ താങ്കള് അസദുള്ള ദിവാൻ, ഈ ദിവാൻ എന്ന് പറയുന്നത് കുടുംബ പേരാണോ എന്താണ്? ഇല്ല, നമ്മുടെ ഉത്തര ഇന്ത്യക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരിന്റെ ലാസ്റ്റ് ഇനിഷ്യൽ ആണല്ലോ, അത് വെച്ചിട്ടാണ് പരിചയമാണ്. ഏത് നാട്ടുകാരനാ? ഞാൻ ആസാമാണ്. എത്ര കാലമായി ഇവിടെ? 14 വർഷമായി.
അപ്പൊ ഇപ്പൊ എന്ത് ജോലിയാ ചെയ്യുന്നത്? ഒരു പള്ളീന്റെ അസിസ്റ്റന്റ് ഇമാമാണ്. പിന്നെ നാഷണൽ ഇമാമാണോ? പിന്നെ നാഷണൽ ഹെൽത്ത് മിഷനിന്റെ മൈഗ്രന്റ് ലിങ്ക് വർക്കർ കൂടിയാണ്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ നല്ല അടിപൊളി ജീവിതമാണ്. സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് നമ്മുടെ കുട്ടികളെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറിയപ്പോഴേ എനിക്ക് വലിയ സങ്കടമായിരുന്നു, ഒരു മലയാളത്തെ സ്നേഹിക്കുന്ന ആളെന്നുള്ളതിൽ. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. കാര്യം മലയാളം ഇല്ലാതാകത്തില്ല ഇവിടെ, നിങ്ങളിലൂടെ മലയാളം തുടരും. ഞാനും ഒരു ആസാമി, എന്റെ ജന്മനാട് ആസാമാണ്, പക്ഷെ എന്റെ കുട്ടീന്റെ ജന്മനാട് കേരളമാണ്. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങള്? മിക്ക ആളുകൾക്കും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ എങ്ങനെയെങ്കിലും, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യാൻ നമുക്ക് അനുവാദം തരുന്നുണ്ട്, മൗലിക അവകാശമാണ് താനും. അപ്പൊ അതിൽ ഒന്നും പെടാതെ തന്നെ ഇവർക്കൊരു റെഗുലേഷൻ വേണമെന്നാണ് പൊതുവെ ആൾക്കാർ പറയുന്നത്. അല്ല, അതിന് കൃത്യമായിട്ടുള്ള ഒരു ക്രമീകരണം അത്യാവശ്യമാണ്. ഇവർക്ക് ട്രേഡ് യൂണിയൻ ഒക്കെ ഉണ്ടോ? ട്രേഡ് യൂണിയൻ ഉണ്ട്. അങ്ങയുടെ സംഘടന എന്തോ ചെയ്യുന്നത്? ഞങ്ങള് ഇതിന്റെ ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ ഏതാണ്ട് ഇപ്പൊ 35 ലക്ഷം 40 ലക്ഷം എന്നൊക്കെ ഒരു കണക്ക് പറയുന്നുണ്ട്. പറഞ്ഞു മിക്കവാറും എല്ലാ മേഖലകളിലും, ഇപ്പം ഫാക്ടറികളിലായാലും ഹോട്ടലിലായാലും കൺസ്ട്രക്ഷൻ മേഖലയായാലും ഈവൻ വീട്ടുജോലി, ഹോം നഴ്സിംഗ് വരെ എല്ലാ മേഖലയിലും ഇവരുണ്ട്. അപ്പൊ ഇവരെ ഇപ്പൊ മാറ്റി നിർത്തി കഴിഞ്ഞാല് വലിയൊരു പ്രശ്നമായിരിക്കും. കാരണം കേരളം നീങ്ങത്തില്ല. ഇപ്പൊ അതിപ്പോ നമുക്ക് സമീപത്ത് തന്നെ നമുക്ക് അറിയാൻ പോകുന്ന കാര്യമാണ്. കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇലക്ഷൻ ഇപ്പോ ആസാമില് ഈ വരുന്ന ഏപ്രിൽ 9-ാം തീയതി. അതിനുശേഷം ബംഗാളില് 23-നും 29-നും ഇലക്ഷൻ നടക്കണം. അടുത്ത മാസം ഇവിടുന്ന് നല്ലൊരു ശതമാനം ആളുകൾ അങ്ങോട്ട് പോകും. അപ്പൊ അതെന്താണ് നമ്മൾ പരിപാടി തന്നെ എന്താണ് അവരെ പ്രത്യാഘാതം എന്നുള്ളത് നമ്മൾ ഉടനെ തന്നെ അറിയാൻ പോകുന്ന ഒരു കാര്യം. ആരാണ് ഒരു മൈഗ്രന്റ് ലേബർ നമ്മൾ അറിയാൻ പോകുന്ന ഒരു അവസരത്തിലാണുള്ളത്. അപ്പൊ ആ അവസരത്തിൽ നമ്മൾക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റും? അവര് നമ്മൾക്കിപ്പോ അവരിൽ നിന്നും ഒരുപാട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് അവരെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാം. അവരുടെ നാടുകളിൽ അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചില്ല, അവർ പാർശ്വവൽക്കരിക്കപ്പെട്ട് ദാരിദ്ര്യത്തിലൊക്കെ പെട്ട് കിടന്നുകൊണ്ടാണ് അവരുടെ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ കൊണ്ട് അവിടുത്തെ കൃഷിയായിരുന്നു മെയിനായിട്ട് ഒരു ആശ്രയം. അപ്പൊ അതിൽ നിന്നെല്ലാം വരുമാനം കുറഞ്ഞപ്പോൾ തികച്ചും കേരളത്തിൽ മെച്ചപ്പെട്ട കൂലിയൊക്കെ ലഭിച്ചപ്പോൾ അവർ കേരളത്തിലേക്ക് വരികയും അവരിന്ന് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത കമ്മിറ്റി. അപ്പൊ അവരുടെ ഒരു ഡെവലപ്മെന്റ് വെൽഫെയർ ആക്ടിവിറ്റീസ് ആണ് അവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അതുപോലുള്ള അവരുടെ തൊഴിൽ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ വരാം. അതായത് തൊഴില് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അവരുടെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്ലിയർ ആയിട്ട്. അവരെവിടെ താമസിക്കും, അവർക്ക് അതിനുള്ള സംവിധാനം ഈ തൊഴിൽ കൊടുക്കാമെന്ന് പറയുന്ന ആൾ വിളിച്ചോണ്ട് വരുമ്പോൾ അതും കൂടി നമ്മൾ ചെയ്യേണ്ടതല്ലേ? അല്ലെങ്കിൽ അവര് ഈ അടുക്കി അതുപോലെ റൂമിന്റെ അകത്ത് കിടക്കുന്നെന്ന് പറയുന്ന ആളുടെ തല എണ്ണിയാണ് വാടക മേടിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് വേസ്റ്റ് മാനേജ്മെന്റ് അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി അവർ റോഡെ കൊണ്ടിടും. ചേച്ചി ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് ഒരാളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, അവർക്ക് ജോലി വാഗ്ദാനം കൊടുത്ത കുറെ കോൺട്രാക്ടർമാരും ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ ചേച്ചി പറഞ്ഞത് വളരെ ശരിയാണ്. അവർക്ക് ഇപ്പോൾ 100-ൽ 50% ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമില്ല. ഇപ്പം ഞാൻ നിൽക്കുന്നത് സ്നേഹഭവൻ അനക്സ് എന്ന് പറഞ്ഞൊരു നൈറ്റ് ഷെൽട്ടറിലാണ്. അത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കേരളത്തിലുള്ള ഒരേ ഒരു സ്ഥലമാണത്, എറണാകുളത്തുള്ള കമ്മട്ടിപ്പാടത്തുള്ളത്. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇതുപോലത്തെ സ്ഥലങ്ങൾ വേറെ കേരളത്തിലില്ല. പിന്നെ അവരെവിടെ താമസിക്കും? പിന്നെ അവർ താമസിക്കുകയാണെങ്കിൽ തന്നെ അവരുടെ റൂമുകളിൽ ഒരു 8 പേരെ കിടക്കുന്ന സ്ഥലത്ത് 10-50 പേരൊക്കെ തള്ളി കയറ്റി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ അനുഭവിച്ച ആളും കൂടിയാണ്. ഇതിനുള്ള സംവിധാനമൊന്നും ആരും ചെയ്യുന്നില്ല. എൻ്റെ അടുത്തുള്ള തൊഴിലാളികൾ വളയഞ്ചിറങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ റൂം എടുത്തിരിക്കുന്നത്. അവർക്ക് ഞാൻ ആ കൊറോണയുടെ സമയത്ത് ഞാൻ തന്നെ റൂം എടുത്ത് കൊടുത്ത് താമസിപ്പിച്ച്. നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ നാട്ടിൽ പോയിട്ട് വന്നിട്ട് പിന്നെ താമസിച്ച് അവരുടെ ഇഷ്ടമുള്ള സ്ഥലത്താണ് അവർ താമസിക്കുള്ളൂ എന്ന് വിചാരിച്ചാൽ അവിടെ ഒരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ കുഴപ്പമുണ്ടാക്കിയാൽ പഞ്ചായത്തുകാർ സമ്മതിക്കില്ല. അവിടെ പഞ്ചായത്തുകാർ മെമ്പറും എല്ലാം ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് അവിടെ വേറെ കുഴപ്പമൊന്നുമില്ലാത്ത. എന്താ പറയാൻ തൊഴിലാളികൾക്ക് ഒരു സാമാന്യമായിട്ട് അവരുടെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ, മാനസികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലം കൊടുക്കണം. അത് ഈ നമ്മുടെ ഗവേഷണ പഠനത്തിൽ പരിപൂർണമായിട്ടും അത് പരാജയമാണെന്നുള്ള കൊടുക്കുന്നത്. ഏതാണ്ട് ഒരു 60% സ്ഥലങ്ങളിൽ നമുക്ക് ഒരു മനുഷ്യന് വേണ്ട ഒരു 3 സ്ക്വയർ ഫീറ്റ് സ്ഥലം എന്ന് പറയുന്നത് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള രീതിയിലല്ല ആളുകളെ താമസിപ്പിക്കുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 210 സ്ഥലങ്ങളിൽ പോയി നമ്മൾ പഠിച്ച് റിപ്പോർട്ടുകൾ എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഇത്തരത്തിലുള്ള ഒക്യുപ്പേഷണൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നടത്തിയിരിക്കുന്ന പഠനത്തിൽ തെളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണിത്. അഭിലാഷ് സാറ് പറയുകയുണ്ടായി, പെരുമ്പാവൂരെ ഒരു ലഹരിയുടെ സംഭവത്തെ പറ്റി പറയുകയുണ്ടായി. അപ്പൊ ആ ഒരു റീസെന്റ് ഒരു 10 ലക്ഷത്തിന്റെ ഹെറോയിൻ അവര്
സീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ടാണ്, അതായത് 8 വയസ്സുള്ള ഒരു കൊച്ചു കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഇത് സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. ആ കുട്ടി ഇപ്പം എൻ്റെ കൂടെ ഷെൽട്ടർ ഹോമിലുണ്ട്, കുട്ടികളുടെ ഷെൽട്ടർ ഹോമിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ആൾക്കാരുടെ അറിവില്ലായ്മ മൂലമാണ് കൂടുതലും കുട്ടികളൊക്കെ ഇതിലേക്ക് പങ്കെടുക്കുന്നത്. അത് മാത്രമല്ല കുട്ടികളെ വളരെയധികം ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഓക്കെ, ശ്രീജിത്ത് പെരുമന, താങ്കൾ ഈ ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് കാണുന്നത്? കാരണം നമ്മൾ ഏറ്റവും അവസാനം അഡ്രസ് ചെയ്യുന്ന സംഭവമാണ് ഈ അതിഥി തൊഴിലാളി. എന്റെ അഭിപ്രായത്തില് ഈ പെരുമ്പാവൂരിനെ മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു പ്രത്യേക നരേറ്റീവ് സിദ്ധമായ ശൈലിയിൽ മലയാളി ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് പല ഡയമെൻഷൻസ് ഉണ്ട് ആ നരേറ്റീവിന്. അത് വളരെ വർഗീയമായിട്ട് പോലും ഇപ്പൊ പോകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ റീസെന്റ് ഞാൻ സാറിന് അറിയാം, ഞാൻ പറയാതെ തന്നെ അല്ല, ഞാൻ ഇവിടെ വ്യക്തമായി പറയുന്നില്ല. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു സാധനത്തിൽ ആളുകൾ ഉണ്ടാകാം, വരുന്ന ആളുകൾ ഉണ്ടാകാം, ഇലീഗൽ മൈഗ്രൻസ് ഉണ്ടാകാം. അതിന് മെക്കാനിസം ഉണ്ടല്ലോ. പാകിസ്ഥാനിൽ നിന്ന് ഗുജറാത്തിലേക്ക് വരുന്നുണ്ട്, മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വരുന്നുണ്ട്. അതിനൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ലോ ആൻഡ് ഓർഡറിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ പെരുമ്പാവൂരിനെ മുൻനിർത്തിക്കൊണ്ട്, ലഹരിയെ മുൻനിർത്തിക്കൊണ്ട് മറ്റ് ഡയമെൻഷൻസുകൾ, മറ്റ് നെറേറ്റീവുകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പെരുമ്പാവൂരിൽ മാത്രമാണോ ലഹരി വിൽക്കുന്നത്? അവര് മാത്രമാണോ കഞ്ചാവ് അടിക്കുന്നത്? അവിടെ മാത്രമാണോ MDMA ഉള്ളത്? അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഇത്രയും അധികം ആളുകൾ പെരുമ്പാവൂരിൽ അതിഥികളായി എത്തിയെന്ന് ചോദിച്ചാൽ, അവിടെ നിൽക്കുന്ന ഈ പ്ലൈവുഡ് സ്ഥാപനങ്ങൾ അവർ അവിടെ ഈ എറണാകുളത്ത് നിന്നോ അല്ലെങ്കിൽ മറ്റ് തൃശ്ശൂരിൽ നിന്നോ വന്നിട്ട് അവർ ജോലി ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റും. കൂട്ടമായിട്ട് അവർക്ക് താമസിക്കേണ്ടി വരും. ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ അവർക്ക് ഷെൽട്ടറുകൾ കൊടുക്കുന്നില്ല. അപ്പൊ അവർക്ക് ഒരു റൂമിൽ 25, 30, 50 ആളുകൾക്ക് കയറി കിടക്കേണ്ടി വരും. ഇവിടെ പ്ലൈവുഡ് കമ്പനിയുടെ ഉടമ നേരത്തെ പറഞ്ഞു, പ്രസിഡന്റ്, ഇവിടെ ഒരു നിയമമില്ല എന്ന്. സർ, നിയമമുണ്ട് സാർ. 1973 ഒരു കേന്ദ്ര നിയമമുണ്ട്. അതായത് അന്തർ സംസ്ഥാന കുടിയേറ്റ തൊഴിലാളി നിയമമുണ്ട്. നിയമത്തിന്റെ കാര്യം പറഞ്ഞതേ, ഞാൻ ഈ ID പ്രൂഫ് ചോദിക്കാനുള്ള ഒരു നിയമത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. കാരണം ഇപ്പോ റോഡിലൂടെ നടക്കുന്ന മൈഗ്രൈൻ ലേബേഴ്സിനെ കാണുമ്പോൾ പോലീസിന് നീ ഏതാ, എവിടുന്ന തന്നെ, നിന്റെ ID കാർഡ് കാണട്ടെ എന്ന് ആധികാരികമായി ചോദിക്കാൻ നിയമമില്ല. കാരണം ഇപ്പൊ നമ്മൾ ബോംബെ പോയി അല്ലെങ്കിൽ ഡൽഹി പോയി നടക്കുമ്പോൾ നമ്മുടെ അടുത്തും അങ്ങനെ ചോദിക്കാൻ നിയമമില്ല. ഇന്ത്യയിൽ എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ്. അപ്പൊ നമുക്ക് ഉൾപ്പെടെ ആ നിയമം ബാധകമാക്കിയെങ്കിലാണ് ഈ പ്രശ്നത്തിന് പരിഹാരമാവുള്ളൂ എന്നാ ഞാൻ പറഞ്ഞു. മറ്റു നിയമങ്ങൾ ഇല്ലാന്നല്ല അവന് പറഞ്ഞത്. ഈ പെരുമ്പാവൂരിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന മട്ടാഞ്ചേരിയിൽ നിന്ന് ഒരു അതിഥി തൊഴിലാളിയും ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്കോ ഞങ്ങളെ കാണാൻ വേണ്ടി വരുന്നില്ല, ഞങ്ങൾ പിടിച്ചു എന്നുള്ളത്. കാരണം അതിൽ പിടിക്കപ്പെടുന്ന ആളുകളുടെ സോഴ്സ് എന്ന് പറയുന്നത് മലയാളിയാണ്. ടോട്ടലി വെള്ളപൂശിയാണോ? ആരെ? ഒരിക്കലുമല്ല. ഞാൻ പറയട്ടെ, മറ്റെവിടെയും ഉള്ളതുപോലെ ഇത്രയും ആളുകൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഉത്തരേന്ത്യയെ കുറിച്ച് നമ്മൾ കണ്ണടച്ചിരുത്താക്കേണ്ട, ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ കണ്ണടച്ചിരുത്താക്കേണ്ട. വിദ്യാഭ്യാസ നിലവാരത്തിലും സാമൂഹിക നിലവാരത്തിലും ഒക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകളല്ലേ ഏറ്റവും നമ്മുടെ മുന്നിലില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ചുറ്റുപാടുകളിൽ ഈ ഉത്തരേന്ത്യയിൽ അവർ താമസിക്കുന്ന കാലഘട്ടത്തിലേക്ക് ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഗുഡ്ക ഉപയോഗിക്കാതെ ഏത് നോർത്ത് ഇന്ത്യക്കാരനുണ്ട്? പാർലമെന്റിന്റെ ഉള്ളിൽ പോലും, സുപ്രീം കോടതിയുടെ കോറിഡോറിൽ പോലും ഗുഡ്കയുടെ തുപ്പിയ മുഴുവൻ പ്രശ്നങ്ങളുമുണ്ട്, കറകൾ കാണാം നമുക്ക്. വെസ്റ്റ് ബംഗാളിൽ ഹൗറ പാലം പോയി നോക്കിക്കഴിഞ്ഞാൽ BBC ഒരു ലേഖനം വന്നു, ഈ തുപ്പൽ വീണ് 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 ഹൗറ പാലം ഇടിഞ്ഞു വീഴുമെന്ന്. അത്രയും കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അപ്പം അവർക്ക് അത്തരത്തിലുള്ള ഒരു മാനസമുണ്ട്. അവിടെ വർഗീയവൽക്കരിക്കുന്ന സ്ഥിതി ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഏത് തരത്തിലാണ് വർഗീയവൽക്കരിക്കുന്നത് എന്ന് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അതുപോലെ വേറൊരു കാര്യം, അവിടെ കൂടുതലും ആദ്യമായി വന്നത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ പ്ലൈവുഡ് മേഖലയിലാണ് വന്നത്. ഈ തൊഴിലാളികൾ ആരും ഇനി തിരിച്ചു പോകും എന്നുള്ള പ്രതീക്ഷയല്ല നമുക്ക് വേണ്ടത്. അവര് ഈ കേരളത്തിൽ നിലനിൽക്കേണ്ടവർ തന്നെയാണ്. എന്നാലാണ് കേരളത്തിന്റെ ഉന്നമനത്തിന് നമ്മൾക്ക് ഗുണം ചെയ്യുന്ന ഒരു തരത്തിലേക്കുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ ഈ തൊഴിലിന് വിളിക്കുന്ന ആളുകൾ താമസ സൗകര്യം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് പണ്ടായിരുന്നു. കാരണം പണ്ട് നമ്മൾ സോഴ്സ് ചെയ്യുമായിരുന്നു, തൊഴിലാളികളെ നമ്മൾ നേരിട്ട് അവിടെ നിന്ന് കൊണ്ടുവരുവായിരുന്നു. ഇപ്പോ തൊഴിലാളികളെ ഇവിടുന്ന് തന്നെ നമ്മൾ വിളിക്കുകയാണ്. അപ്പൊ അവരെവിടെ താമസിക്കുന്നു എന്നുള്ളത് തൊഴിൽ ഉടമ അറിയേണ്ട കാര്യമില്ല. പക്ഷെ പ്ലൈവുഡ് കമ്പനി അങ്ങനെയല്ല. ഞങ്ങൾ തൊഴിലാളികളെ നേരിട്ട് കൊണ്ടുവന്ന് ഞങ്ങളുടെ കമ്പനികളിൽ താമസിപ്പിക്കുന്നു. പക്ഷെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളവരും ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ചേച്ചിക്ക് ഉൾപ്പെടെ വീട്ടിലൊരു പണിക്ക് ആവശ്യമുണ്ടെങ്കിൽ പെരുമ്പാവൂരോ അല്ലെങ്കിൽ ആലുവയിലോ അല്ലെങ്കിൽ ടൗണിൽ പോയി രാവിലെ 8 മണിക്ക് ഒരു തൊഴിലാളിനെ വിളിച്ചുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ 10 പേരെ വിളിക്കുന്നു. ഇവരെവിടെ താമസിക്കുന്നു എന്നുള്ളത് ഇവരറിയേണ്ട കാര്യമില്ല. ഇന്ന് അവര് ഒന്നിച്ചു വന്ന് ട്രെയിനിൽ വന്ന് ഇറങ്ങി എവിടെയാണോ ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ ചെറിയ വീടുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അവർ വാടകയ്ക്ക് എടുക്കുന്നു, അവർ താമസിക്കുന്നു. അപ്പൊ അതിനാണ് നിയമം കൊണ്ടുവരുന്നത്. കാരണം പഞ്ചായത്തുകൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ ജോലിയല്ല ഇന്ന് നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ 2025-26 നമ്മളുടെ ഒരു മേഖലയും ചലിക്കണമെങ്കിൽ ഇവരില്ലാതെ പറ്റില്ല. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. നമുക്കിവിടെ കൃത്യമായിട്ടുള്ളൊരു കണക്കില്ല കുടിയേറ്റത്തെ സംബന്ധിച്ച്. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പഴയ 4 ലക്ഷത്തിൽ കിടക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ശ്രീറാം പോർട്ടലും ഒക്കെ ഉണ്ട്, ലേബർ ഡിപ്പാർട്ട്മെന്റ്. അവിടെ 6 ലക്ഷം തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ.
പക്ഷേ യഥാർത്ഥത്തിൽ 40-50 ലക്ഷം തൊഴിലാളികൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളുടെ പോപ്പുലേഷൻ്റെ 15% വരുന്ന ആൾക്കാരെ ആ രീതിയിൽ കാണണം. കേരളം നേടിയെടുത്തിട്ടുള്ള നമ്മളുടെ മാനവശേഷി വികസന സൂചികയുണ്ട്. അപ്പോൾ നമ്മൾ ഈ 15% 20 ആൾക്കാരെ നിരാകരിച്ചാൽ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അവരുടെ മറ്റ് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരാകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ പല ജില്ലാ പഞ്ചായത്തിൻ്റെയും പല പഞ്ചായത്തുകളിലൊക്കെ നമ്മൾ പദ്ധതി പോകുമ്പോൾ ഈ പദ്ധതിയിലൊന്നും ഈ ആൾക്കാരെ നമ്മൾ ഉൾപ്പെടുന്നില്ല. അവർക്ക് വേണ്ടിയുള്ള പദ്ധതി ആപ്പടെ കോഴിക്കോടാണ് ഇവരെ പുനരധിവസിപ്പിക്കാനായിട്ടുള്ള. അതുപോലെ തന്നെ കോഴിക്കോട് ഇതുപോലെ മാസം റെഗുലറായിട്ട് ഒരു പോലീസ് ഇൻസ്പെക്ടറും ഒരു ആശാ വർക്കറും ഒരു നമ്മളുടെ ജനപ്രതിനിധി അടക്കമുള്ള ഒരു ടീം വിസിറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് തുടങ്ങി. അത് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ ജില്ലകളിലും നടത്തുന്നതാണ്. നമ്മൾ അതിഥി തൊഴിലാളികൾക്ക് ആരും തന്നെ എതിരല്ല. നമ്മൾ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ വളർച്ചയ്ക്ക് അതിഥി തൊഴിലാളികൾ നിർണായകമാണ്. ഈ അതിഥി തൊഴിലാളികൾ നമ്മൾ ഓരോ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ, ഒരു പ്ലൈവുഡ് ഫാക്ടറിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഓണർക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിന്റെ ഉത്തരവാദിത്വമുണ്ട്. ഇതിലൊന്നും പെടാതെ വലിയൊരു വിഭാഗം ഇന്ന് പെരുമ്പാവൂർ പോലുള്ള ഏരിയകളിൽ താമസിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള റൂമുകളിൽ താമസിക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്നു. ഇവർ എന്ത് തൊഴിലാണ് ചെയ്യുന്നത്? ഇവര് ലഹരി കച്ചവടമാണോ ചെയ്യുന്നത്, അതോ ഇവര് ചൂതാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള? അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇപ്പൊ കുറച്ചു മുമ്പ് എറണാകുളത്തോ മട്ടാഞ്ചേരിയിലോ മറ്റൊക്കെയാണ് ഈ ലഹരിയുടെ ഉപയോഗം കൂടുതൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അത് ഞങ്ങള് ഇപ്പൊ കുറച്ച് ഭാഗമായി ബന്ധപ്പെട്ട് സേവ് പെരുമ്പാവൂര് എന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ ബായിക്കോളിൽ ഞങ്ങള് അവിടെ നാട്ടുകാർ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. അതെ, ഈ അതിഥി തൊഴിലാളി നമ്മൾ നാടിന്റെ ഭാഗമായിട്ടുള്ള ഇതിലേക്ക് ആദ്യം ഇറങ്ങണമല്ലോ. അതിനുശേഷം കുറെ മാറ്റം അവിടെ വന്നിട്ടുണ്ട്. അതായത് ഈ അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഏരിയയില് അതിന്റെ ഒരു ഇതെന്താ വെച്ചാൽ, നമുക്ക് ഏത് മേഖലയിലും നമുക്ക് ലഹരി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ലഹരി വിൽക്കുന്ന ആളുടെ കോണ്ടാക്ട് കിട്ടണം. ഈ ബായി കോളനിയുടെ ഏരിയനെ സംബന്ധിച്ചുള്ള എന്താ വെച്ചാൽ, അവിടെ ആര് ചെന്നാലും ഇപ്പം ഞങ്ങൾ നാട്ടുകാർ വരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അങ്ങോട്ട് പോക്കുണ്ടായില്ല. അതൊരു ഭായിമാർ മാത്രമുള്ള ഒരു ഏരിയ മാറിയിരിക്കായിരുന്നു. അവിടെ ഒരുപാട് വിദ്യാർത്ഥികളും യുവതികൾ ഉൾപ്പെടെ അവിടെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവിടെ ഒരാൾ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവരെ ഓരോരുത്തർ വന്ന് സമീപിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റാണ് വേണ്ടത്? നിങ്ങൾക്ക് കഞ്ചാവ് വേണോ, ഹാഷിഷ് വേണോ, എന്ത് പ്രൊഡക്റ്റാണോ വേണ്ടത് അതിൻ്റെ പേയ്മെൻറ്റ് അവിടെ കൈമാറിക്കാൻ അതവിടെ സുലഭമായിട്ട് കിട്ടാണ്. ഈ പറയുന്നത് പോലെ ഇപ്പോൾ വലിയ വലിയ പാർട്ടികൾക്കും ഇതിനൊക്കെ വലിയ ക്വാണ്ടിറ്റി വരെ സെയിൽ ചെയ്ത് പോകുന്നത് അവിടെ നിന്നാണ്. യൂബർ ടാക്സികളിൽ അവിടെ വന്ന് സാധനം മേടിച്ച് ആളുകൾ കടന്നു പോകുന്നു. ഇങ്ങനെ ഈ അതിഥി തൊഴിലാളികളുടെ ഏരിയയിൽ ഞങ്ങൾ ബന്ധപ്പെട്ട് ഇതിൽ നിന്നൊരു മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നല്ല രീതിയിൽ രാവിലെ വന്ന് പണിക്ക് പോയി വൈകിട്ട് വന്ന് താമസിക്കുന്നവർ പറഞ്ഞത്, നിങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ വളരെ ഹാപ്പിയാണെന്നാണ് ഈ അതിഥി തൊഴിലാളികൾ ഞങ്ങളോട് പറയുന്നത്. കാരണം അവർ ഈ ലഹരി മാഫിയയെ പേടിച്ചുകൊണ്ടാണ് അവിടെ ജീവിച്ചിരുന്നത്. അതെ, നമ്മൾ പുറത്ത് നമ്മുടെ കേരളത്തിന്റെ സാഹചര്യം അല്ലല്ലോ പുറത്ത്. നമ്മൾ ഈ കേരളത്തിന്റെ സാഹചര്യം അല്ല പുറത്തുള്ളത്. അവിടെ കഴിവുള്ളവൻ ഹഫ്ത പിരിക്കവും ഗുണ്ടാ പിരിവും കാര്യങ്ങളായിട്ടെല്ലാം പെടും. അതുപോലെ ഒരു അവസ്ഥയിലേക്ക് ഈ പറഞ്ഞ ബായിക്കോളിനി മാറിയിരുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. ടീനേജേഴ്സിന് ആകർഷിക്കത്തക്ക രീതിയിൽ കുറെ കാര്യങ്ങൾ നമ്മുടെ അതിഥി തൊഴിലാളികളുടെ പക്കലുണ്ട്. കാരണം പറഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ അവരവിടെ കൊടുക്കുന്നുണ്ട്. ഇത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 2019 ഞാനും എന്റെ ക്യാമറമാനോട് കൂടിയിട്ട് രാത്രി ഒരു 12-12:45 സമയത്ത് ഞങ്ങൾ പെരുമാറുകൂടെ നടക്കുവാണ്. അപ്പൊ അങ്ങനെ നടക്കുന്ന സമയത്ത് കുറെ ലേഡീസിനൊക്കെ കുറെ പേര് ഓട്ടോറിക്ഷയിലൊക്കെ ഇങ്ങനെ വന്ന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവരിലേക്ക് എത്തുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറേ നടന്ന് കഴിയുമ്പോൾ ഒരാൾ ഞങ്ങൾ വന്ന് സമീപിച്ചു, നിങ്ങൾക്ക് ഏത് ടൈപ്പ് എങ്ങനെയാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളൊന്നും മിണ്ടിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ പിള്ളേരെ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയുകയാണ്, യെസ് പിള്ളേരെ കൊടുക്കുന്നുണ്ട്, 10, 12, 13 വയസ്സൊക്കെയാണ്, 1000 രൂപ 2000 രൂപ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം പറഞ്ഞാൽ വെറുതെ പറയുന്നതാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ ക്യാമറമാൻ അവിടെ എടുത്തിട്ട് ഞാൻ ഈ ബൈക്കും കൊണ്ട് വന്നു. അവർ ഫോൺ വിളിച്ചു. അപ്പോൾ വേറെ ബൈക്ക് കൊണ്ട് വന്നു. ഞാൻ വണ്ടി കയറിയിരിക്കുന്നു. ഞങ്ങൾ പോയി കണ്ണത്തറ ഭാഗത്ത് അവിടേക്കാണ് കറക്കിയത്. അപ്പോൾ കൃത്യമായിട്ട് സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി മേളിലേക്ക് കയറി ചെന്ന് ആദ്യം ഒരു 3-4 ലേഡീസ് വന്നു, ഒരു 20, 25, 26 വയസ്സുള്ളവർ. പിന്നെ അതിനുശേഷം ഈ 10, 12, 13 വയസ്സായ 3 പെൺകുട്ടികൾ, തീരെ കുഞ്ഞുങ്ങൾ, അത്രയും പോലും പ്രായമില്ല. കാരണം പറഞ്ഞാൽ നമ്മുടെ യൂത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ഇതൊക്കെ എന്താ പറയുക, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറമാണ്. ഞാൻ എല്ലാ ആഴ്ചയിലും 2-3 വീഡിയോസ് വെച്ച് ഇടുന്ന ഒരാളാണ്. ഞാൻ അവരുടെ ഉള്ളിലേക്ക് തന്നെ പോയി കയറി വീഡിയോ ഇടും. പക്ഷെ നിലവിൽ ദൈവം സഹായിച്ച് എനിക്ക് ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല. സ്വന്തമായിട്ട് കയറി ചെല്ലാൻ പറ്റുമോ? അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ കാക്കി പാൻ്റൊക്കെ ഇട്ട് ബൂട്ടൊക്കെ ഇട്ട് കൈയൊക്കെ തറുത്തേറ്റ് വെച്ചിട്ട് ഒരു സ്റ്റൈലൊക്കെ ഒപ്പിച്ചങ്ങനെ ചെല്ലും. അപ്പൊ തല്ലിട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ടാ. എന്നെ ഒരു 2 വർഷം മുന്നേ രാത്രി 11:45 സമയത്ത് ഞാൻ ഇവരുടെ വീഡിയോ രഹസ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പെരുമ്പാവൂരിട്ട് ഓടിച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ.
അപ്പോ താങ്കളിട്ട വീഡിയോയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ആക്ഷൻ പോലീസിന്റെ എക്സൈസിന്റെ ഭാഗത്തോ ഉണ്ടായിട്ടുണ്ടോ? എക്സൈസിന്റെ ഭാഗത്തും പോലീസിന്റെ ഒക്കെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. കാരണം പറഞ്ഞാൽ ചില വീഡിയോസ് ഒക്കെ നമ്മൾ റിസ്ക് എടുത്ത് അങ്ങ് കയറി ചെല്ലുക. കാരണം ഞാൻ യൂത്തിനെ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ചിന്തയിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കണക്കാക്കി നമ്മൾ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ്. എന്തായാലും അതീവ ഗുരുതരമായിരുന്നു. എന്തായാലും ഇല്ല 2 ആഴ്ച 3 ആഴ്ചയായിട്ട് സാർ അതിൽ പെരുമ്പാവൂരിന്റെ പ്രത്യേക സാഹചര്യം പറഞ്ഞു. ഈ പെരുമ്പാവൂരുമായി ലഹരിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒക്കെ ഉണ്ടായപ്പോ പോലീസ് ആദ്യം ഞങ്ങളുടെ കുറച്ച് ആളുകൾക്കെതിരെ കേസെടുത്തു. ആ കേസെടുത്തത് ചെറിയ കേസല്ല, അത് ഒരു എന്താ പറയാ സംഘം ചേർന്ന് കൊലപ്പെടുത്തുക എന്ന നിലക്കുള്ള കേസാണ് അവിടുത്തെ ACP ഞങ്ങൾക്കെതിരെ എടുത്തത്. അദ്ദേഹത്തിന് ഉൾപ്പെടെ. അപ്പൊ ചില ആളുകളൊക്കെ ബാക്കിലിരിക്കുന്നുണ്ട്, അവരൊക്കെ ജാമ്യത്തിൽ ഇറങ്ങിയേക്കണേണ്. അപ്പൊ പക്ഷേ SP ഇപ്പൊ എറണാകുളം SP ഞങ്ങളെ കേൾക്കാൻ തയ്യാറായി. അവിടെ യോഗം വിളിച്ചുകൂട്ടി. ഞങ്ങൾ പറയുന്നത് ഫുൾ അദ്ദേഹം കേട്ടു. റൂറൽ SP സുദർശൻ സാറ് ഈ അടുത്താണ് ചാർജ് എടുത്തത്. അദ്ദേഹം ഞങ്ങൾ എന്തൊക്കെ വൈകാരികമായി പ്രതികരിച്ചു അതെല്ലാം സമാധാനപൂർവ്വമായിട്ട് കേട്ടു. അദ്ദേഹം പലവട്ടം മീറ്റിംഗ് വിളിച്ചു. SP ഓഫീസിൽ കമ്മിറ്റിക്ക് രൂപം നൽകി. എന്നിട്ട് ഞങ്ങളുടെ എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് ചോദിച്ചു. ഞങ്ങൾ 30 അംഗ ആവശ്യം. എന്നിട്ട് ഇപ്പൊ അതിഥി തൊഴിലാളികൾ പെരുമ്പാവൂരിലേക്ക് വന്നു, അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്നു. ഇവരുടെ ഡാറ്റ ഇല്ല. ഈ ഡാറ്റ സൂക്ഷിക്കണം. അപ്പൊ അദ്ദേഹം നമ്മളോട് പറഞ്ഞു, അദ്ദേഹം ഇതിനു മുമ്പ് പെരുമ്പാവൂർ DYSP ആയിരുന്നു. ഇപ്പോ ഈ ഒരു ശ്രമം നടത്തി ഡാറ്റ ശേഖരിക്കാൻ, പക്ഷെ അതിൽ പരാജയപ്പെട്ടു പോയി എന്ന കഥ അദ്ദേഹം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞത്, ഇപ്പോൾ പ്ലൈവുഡ് തൊഴിലാളികളുടെ പ്ലൈവുഡ് കമ്പനിയുടെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ ഇരിക്കുന്നുണ്ട്. അവർക്ക് ഒരു പരിധി വരെ അവരുടെ തൊഴിലാളികളുടെ ഡീറ്റെയിൽസ് അവരുടെ കമ്പനിയിലുണ്ട്. പക്ഷെ അതല്ലാത്ത ആയിരക്കണക്കിന് തൊഴിലാളികൾ അവിടെ ഉണ്ട്. അവരുടെ ഡീറ്റെയിൽസ് അപ്പൊ ഞാൻ പറയുന്നത് കെട്ടിട ഉടമകൾ, അവർ താമസിക്കുന്ന കെട്ടിട ഉടമകൾക്ക് ബാധ്യതയുണ്ട്. ത്രിതല പഞ്ചായത്ത് ഭരണസമിതികൾക്ക് ബാധ്യതയുണ്ട്. ഈ കെട്ടിടങ്ങളിൽ ആരാണ് താമസിക്കുന്നത്? അദ്ദേഹം നേരത്തെ പറഞ്ഞത് നിയമമുള്ളതാണ്. ഈ ഇവരുടെ രേഖ അവിടെ സൂക്ഷിക്കുക, അവരാരാണെന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത ഈ കെട്ടിട ഉടമകൾക്കുണ്ട്. പെരുമ്പാവൂരിൽ ഈ ലഹരി മാഫിയ ഉണ്ട്, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടാവില്ല. അത് മാറ്റണം എന്നുള്ള എതിരഭിപ്രായം ഉണ്ടാവില്ല. പക്ഷെ എന്റെ പോയിന്റ്, അവരെ മുൻനിർത്തിക്കൊണ്ട് പെരുമ്പാവൂർ എന്തോ പോലീസിനോ പട്ടാളത്തിനോ ശ്രീ പിണറായി വിജയനോ ഒന്നും കയറി ചെല്ലാൻ പറ്റാത്ത ഒരു ഏരിയയാണ്. ഞാൻ DYSPക്കോ ഒന്നും പോവാൻ പറ്റാത്ത സ്ഥലമാണ്. നമ്മൾ ഉത്തരേന്ത്യയിൽ മാത്രം കേട്ടുകേൾവിയുള്ള അത്തരം വലിയ ഗുണ്ടാ സംഘങ്ങളുള്ള കേന്ദ്രമാണ്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ നടന്നിട്ടുള്ള ഒരു മീറ്റിംഗ്, ആ മീറ്റിംഗിന്റെ വിഷ്വൽ ലീക്കായി. അതിനടിയിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ എന്താണെന്നറിയോ? ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ അവിടെ വളരുന്നു, അത് വളരാൻ അനുവദിക്കരുത്. കേസരി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പത്രം, കേസരി ഏത് സംഘടനയുടേതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വളരെ കൃത്യമായിട്ട് ഡാറ്റ വെച്ച് പറയുകയാണ്, അവിടെ ഇവരെ വളരാൻ അനുവദിക്കരുത്, ഇവരെ പറഞ്ഞയക്കണം എന്ന് പറയാണ്. ഞാനൊരു കാര്യം പറയാം. ആർട്ടിക്കിൾ 41 പ്രകാരം റൈറ്റ് ടു വർക്ക് എന്ന് പറയുന്നത് ഒരാളുടെ മൗലികാവകാശം. റൈറ്റ് ടു ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് മൗലികാവകാശമാണ്. റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി എന്നുള്ളത് മൗലികാവകാശം. അതുപോലെ റൈറ്റ് ടു വാട്ട് യു കോൾ ഈ പറയുന്ന ഷെൽട്ടറിനും റെസിഡൻസിനും ഉള്ളത് മൗലിക അവകാശമാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് വളരെ കറക്റ്റ് ആണ്. അത് ഇത് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഒരു വക്കീലാണ്, അദ്ദേഹത്തിന് ആധികാരികമായിട്ട് അത് പറയാൻ സാധിക്കും. നമ്മളത് പറയുമ്പോൾ അത് വേറെ രീതിയിലേക്ക് ഞാനൊരു അതിഥി തൊഴിലാളി ചോദിക്കാം. 51 വർഷം പൂർത്തിയാക്കി അല്ലേ? ചിന്നക്കാളை പൊൻരാജ് ചിന്നക്കാളை ഊരൊക്കെ ദിണ്ടുക്കൽ. മലയാളത്തിൽ പറഞ്ഞാൽ എന്നോട് ഇങ്ങോട്ട് പറയും മിക്കവാറും. 51 കൊല്ലമായി ഇവിടെ താമസിക്കല്ലേ അല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട്, എപ്പടി കാര്യങ്ങളൊക്കെ എങ്ങനെ വന്നു? ഞാനിവിടെ വാത്തുരുത്തിൽ താമസിക്കണ. പണ്ട് അതിഥി തൊഴിലാളി എന്ന് പറഞ്ഞാൽ വാത്തുരുത്തി മാത്രമേ പറയുള്ളൂ എറണാകുളം ജില്ലയില്. ഇപ്പൊ ഈ ഇടക്കാണ് പെരുമ്പാവൂര് വാത്തുരുത്തി റെയിൽ ബേസിന്റെ പറ്റേ. അവിടെ ഏറ്റവും കൂടുതൽ തമിഴന്മാരാണ് താമസിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കുറെ ആൾക്കാരുണ്ട് അവിടെ തന്നെ. അവിടുന്ന് ആൾക്കാരാണ് പിരിഞ്ഞു പോയിട്ട് ഇപ്പൊ കടവന്തരം, ഏലൂർ ഇങ്ങനെ പിരിഞ്ഞു താമസിക്കുന്നത്. ഞാൻ പണ്ട് തൊട്ട് അവിടെ താമസിക്കുമ്പോ ഇപ്പോഴും അവിടെ യാതൊരു പ്രശ്നവും നാട്ടുകാരായിട്ട് ഇല്ല. എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് വന്ന അതിഥി തൊഴിലാളിൽ നിന്നും ആൾക്കാർ പറയില്ലെന്ന് തോന്നുന്നു. എന്താ പറയാൻ പറഞ്ഞു? സാറ് നേരത്തെ പറഞ്ഞ പോലെ മട്ടാഞ്ചേരിയിലും എറണാകുളത്തും സൗത്തിലും പെരുമ്പാവൂർ ആലുവയിലൊക്കെ ഇഷ്ടംപോലെ ഇപ്പൊ ഈ മയക്കുമരുന്നിന്റെ ഇത് പറഞ്ഞല്ലോ സാറ്. ഇപ്പൊ ഇതൊക്കെ ഇവർക്ക് തുറന്നു പറയാനുള്ള, അതെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്ക് പ്രോപ്പറായിട്ട് ഒന്നാമത് ഇല്ല. ഇപ്പൊ ഞങ്ങളുടെ ഡോൺ ബോസ്കോ ഫോർ മൈഗ്രൈൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതില് ഞങ്ങള് അവർക്ക് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതില് നമുക്ക് ഇഷ്ടംപോലെ അതിഥി തൊഴിലാളികളൊക്കെ ഞങ്ങള് ഒന്നിച്ച് ചേർത്ത്
പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതിപ്പോ നമ്മൾ അതിഥി തൊഴിലാളികൾ എല്ലാവരും കുറ്റം പറയുന്നില്ല. ഞങ്ങൾ ബംഗാളി കോളനിയിൽ 80% നല്ല തൊഴിലാളികളും അവർ പണിയെടുത്ത് രാവിലെ പോയി പണിക്ക് പോയിട്ട് വൈകിട്ട് 5:30 വന്ന് റൂമിൽ കയറുന്നവരാ. ബാക്കി 20% പേരാണ് അവിടെ ഈ കച്ചവടം കാര്യങ്ങളായിട്ട് നിൽക്കണേ. അതിന് അവർ മാത്രമല്ല ഉത്തരവാദി. വീടുകളും ഈ ബിൽഡിങ്ങും വാടക നമ്മുടെ ആളുകള് ഒരു 100 സ്ക്വയർ ഫീറ്റ് റൂം 3500 4000 രൂപ ഗ്രാമത്തിൽ വാടക കിട്ടുള്ളൂ. 15,000 രൂപ 13,000 രൂപ കിട്ടണമെങ്കിൽ അവരെന്തെങ്കിലും വിൽക്കണ്ടേ? അവർ ഇതുപോലെയുള്ള അനധികൃതമായിട്ട് എന്തെങ്കിലും വിൽക്കണം. അങ്ങനെയുള്ള കാശാണ് ഈ ഗുണം തന്നെ എന്നുള്ള ബോധ്യം ഇത് വാങ്ങിക്കുന്ന ഹൗസ് ഓണർമാർക്കും ഈ ബിൽഡിംഗ് ഓണേഴ്സിനും ഉണ്ടായാൽ തന്നെ ആ പ്രദേശം വിചാരിച്ചാൽ ആ പ്രദേശം നന്നാവും. പിന്നെ 4 ആൾ കിടക്കുന്ന റൂമിൽ 10 ആൾ കിടന്നിട്ട് ഡെയിലി 1000 രൂപ വെച്ച് അല്ല മാസം 1000 രൂപ വെച്ച് വാങ്ങിക്കുമ്പോൾ 14,000 രൂപ വരുമാനമായി. എന്നോട് ഒരാൾ രഹസ്യമായിട്ട് പറഞ്ഞു, മാനുവലെ പേരിങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇൻഫെക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരെ എങ്ങനെയാണ് വേറൊരു സംവിധാനം കൊണ്ടുവരാന്ന് വെച്ചാൽ അത് എളുപ്പമല്ല. നമുക്ക് പലയിടത്തും നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. HIV തന്നെയാണ്. അത് ഞെട്ടിക്കുന്ന കാര്യമാണ്. എറണാകുളത്ത് HIV ബാധിതരുടെ എണ്ണം വളരെ കൂടി. സാറേ, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇവരെ നമുക്ക് എങ്ങനെ ഇത് തിരിച്ചറിയാന്നുള്ള കാര്യങ്ങൾ അത്ര ഈസി അല്ല. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഈ പൾസ് നോക്കിയിട്ട് രോഗം പറഞ്ഞ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ വിഷ്ണുമോഹൻ. അപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചാൽ ഇതൊക്കെ അത്യാവശ്യം അറിയാം. ഹോസ്പിറ്റലിന്റെ കീഴില് ഈ മൈഗ്രെയിൻ ലേബേഴ്സിന്റെ ഈ ഇത്തരം ലൈംഗിക രോഗങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു വിങ് ഉണ്ട്. 2025 നവംബർ 1 മുതൽ ഡിസംബർ 30 വരെയുള്ള പെരുമ്പാവൂർ താലൂക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് രാജഗിരി ഹോസ്പിറ്റലും LF ഹോസ്പിറ്റലും ഒക്കെ നടത്തിയ ഒരു പരിശോധനയിൽ ഏകദേശം 20 HIV ബാധിതരെ കണ്ടെത്തി. ഞങ്ങളത് ഇപ്പൊ മാത്രമല്ല ഈ HIV ബാധിതര് പരിശോധിക്കുന്നു, അവരെ കണ്ടുപിടിക്കുന്നു എന്നല്ലാതെ അവരെ മറ്റൊരു രീതിയിലേക്ക് അവർക്ക് വേണ്ടത്ര ചികിത്സ നൽകാനുള്ള സംവിധാനങ്ങളൊക്കെ അവരെ കാണുന്നില്ല. പിന്നീട് അവര് പരിശോധിക്കുന്നു, പിന്നീട് നമുക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അവരെ രഹസ്യമായിട്ട് അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ രഹസ്യമായിട്ട് രാജഗിരി കോളേജ് ഉണ്ടല്ലോ, രാജഗിരി കോളേജിന്റെ കീഴിലാണ് അവർ. ആ പേര് ഇപ്പൊ ഇവിടുന്ന് ചാനലിൽ നിന്ന് അവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഇവിടെ വരായിരുന്നതുകൊണ്ട് അവർക്ക് ആ പേര് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അവർ രഹസ്യമായിട്ട് അവരതിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ലഹരിയുമായി ഒരാളെ പിടിച്ചിരുന്നു. അപ്പൊ അയാൾ HIV ബാധിതനായിരുന്നു. അയാളുടെ കയ്യിൽ ഒരുപാട് മരുന്ന്. അപ്പൊ ആ മരുന്ന് എന്താ നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് പോയി ചോദിച്ചു. അപ്പൊ HIV ബാധിതനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ കവർ ഉള്ളത് അതിന്റെ മരുന്നുകളാണ്. അദ്ദേഹം പെരുമ്പാവൂർ ജോലി എടുക്കാണ്. സാറേ, ഞാൻ ഈ ഡോക്ടറെ കൂട്ടിയിട്ട് ഞാൻ അതിഥി തൊഴിലാളിയുടെ സൺഡേ പോയി. അവിടെ ചെന്നാൽ പേടിയോ. ഡോക്ടർ പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, എനിക്ക് പേടിയായിട്ട് പാടില്ല എന്ന് പറഞ്ഞു. കാരണം പറഞ്ഞാൽ വല്ലാത്തൊരു ക്രൗഡാണ്. അപ്പൊ നമ്മൾ ഡോക്ടറെ രാത്രിയൊക്കെ വയലന്റ് ആവും. കാരണം രാത്രി നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് മെക്കിട്ട് കയറാൻ വരും. അപ്പൊ ഞാൻ ഡോക്ടറെ ചെല്ലുന്നു. ഡോക്ടർ ഇങ്ങനെ പൾസ് പിടിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ. അപ്പോഴത്തേക്ക് ഒരുപാട് ആൾ കൂടി തിക്കും തിരക്കുമായി. അപ്പൊ ഡോക്ടർ പേടിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോയി. അപ്പൊ ഡോക്ടർ എന്നോട് പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു നമുക്കിത് ശരിക്കും പറഞ്ഞാൽ അറിയിക്കണം, ഇതിന്റെ അധികാരപ്പെട്ട ആളുകളെ അറിയിക്കണം. കാരണം പറഞ്ഞാൽ പലരും ഇൻഫെക്റ്റഡ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മുടെ ചെറുപ്പക്കാർ ഈ ടീനേജേഴ്സും ഫുള്ള് അവിടെ രഹസ്യമായിട്ട് പല സ്ഥലങ്ങളും ഉണ്ട്. അത് പ്രത്യേകം മയക്ക് വരുന്ന പല കാര്യങ്ങൾക്കും ഫിസിക്കലി ചില കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അതിന് പ്രത്യേകം ചില കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ പിള്ളേർ അട്രാക്റ്റ് ആയിട്ട് അവർ ആ സാധനം വാങ്ങാൻ വരുന്നു. അപ്പൊ ഇത് ആൺപെൺ വ്യത്യാസമില്ലാതെ ഒരുപാട് ആളുകളുടെ അടുത്തേക്ക് ഇത് ചെല്ലുക. അതിപ്പോ വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ ഇവരെ കൊണ്ട് കുഴപ്പമില്ല. കാര്യം 80% ആളുകൾക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ ബംഗാളികൾ 100% അനുകൂലിക്കുന്നുണ്ട്. 80% ആളുകളും കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ ഈ വക 20% ആളുകൾ വളരെ വലിയ പ്രശ്നത്തിലേക്കാണ് നമ്മുടെ പെരുമ്പാവൂരിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ വലിയ പ്രശ്നമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ പെരുമ്പാവൂരല്ലാത്ത സ്ഥലങ്ങളിലും ഒക്കെ ഇവിടെ ഞാൻ ഈ കേരളത്തിലെ 14 ജില്ലകളിലും യാത്ര ചെയ്യും. ഈ പറയുന്നതൊക്കെ മറ്റു ജില്ലകളിൽ എങ്ങനെയാണ്? കേന്ദ്ര സർക്കാരിന്റെ 3 വർഷം നീണ്ടു നിന്നിരിക്കുന്ന ആരോഗ്യ രംഗത്തെ ഉൾച്ചേർക്കലുമായി ബന്ധപ്പെട്ട് പഠനത്തിന്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ട് സംഘടനയുടെ അതിന്റെ ഒരു പഠനത്തിലായിരുന്നു ഞാൻ. നമ്മൾ 960 പഞ്ചായത്തുകളിലെ കൃത്യമായ വിവരം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഒരു 2 ആഴ്ച സമയം കൊണ്ട് ഈ മുഴുവൻ പഞ്ചായത്തുകളിലെയും എത്ര പേര് എവിടെ താമസിക്കുന്നു, ഏത് അവസ്ഥയിൽ താമസിക്കുന്നു, അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള പഠനം ബന്ധപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരും ചില ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട് കഴിഞ്ഞ് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത്ര സങ്കീർണമേ അല്ല സാർ, അത് ഉറപ്പായിട്ട് സങ്കീർണമല്ല. കാരണം ഞങ്ങൾ അത് ഈ പാലക്കാട് ജില്ലയിലെ ഒരു പ്രത്യേക വാർഡിലെ ഒരു വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 1210 തൊഴിലാളികളുടെ ഒരു കണക്ക് തന്നു. അത് 90% ആക്യുറസി ഉണ്ട് അതിന്. ഈ 90% ആക്യുറസിയോട് പറയുന്ന ഈ കണക്കെന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ആവർത്തിക്കാവുന്നതേ ഉള്ളൂ. അത് ഞങ്ങൾ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു അല്ല, ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ഈ പറഞ്ഞ പോലെ കുടിയേറ്റം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞൊരു 30-40 കൊല്ലമായിട്ട് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള കുടിയേറ്റ മാറ്റങ്ങൾ നടക്കുന്നു. 1/3 ജനങ്ങൾ കുടിയേറ്റക്കാരായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പൊ നമ്മുടെ വലിയൊരു മാറ്റം വരുന്നു.
അതിനെ സമഗ്രമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംവിധാനം നമുക്കിപ്പോൾ ഇല്ല. ഇപ്പോൾ കേരള ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു കേരളത്തിലെ തൊഴിൽ മന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറീസ, ബംഗാൾ, ആസാം, ബീഹാർ, ജാർഖണ്ഡ് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ലേബർ അംബാസഡർമാരാണ് നമുക്ക് വേണ്ടത്. അതായത് ഇദ്ദേഹത്തെ പോലെ, അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തക എൻ്റെ കൂടെ ജോലി ചെയ്തതാണ്. അവർക്കൊക്കെ അസാമാന്യമായിട്ടുള്ള സാമൂഹിക ബോധവും കേരളത്തെപ്പറ്റി നല്ല വിവരവും 2-3 ഭാഷകളുള്ള പ്രാവീണ്യമുള്ള ആളുകളെ ഈ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അംബാസഡർ എന്ന് ഞങ്ങൾ പറഞ്ഞൊരു വാക്കാണ്. അത്തരത്തിലുള്ള കണക്റ്റിംഗ് ലിങ്ക് ആക്കുക എന്നുള്ളതാണ്. ശ്രീജിത്ത് പറഞ്ഞതിനോട് പരിപൂർണമായിട്ട് ഞാൻ യോജിക്കുകയാണ്. കാരണം ഞാൻ 17 വർഷം ഡൽഹിയിൽ താമസിച്ച ഒരാളാണ്. ഈ അവസ്ഥയിൽ ഞാൻ തന്നെ ഡൽഹിയിലെ മുസ്ലിങ്ങളും ദളിതരുമായിട്ടുള്ള ചേരി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവേഷണം ഏതാണ്ട് 10 വർഷത്തോളം നടത്തിയ ഒരാളാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, ബംഗ്ലാദേശികളായിട്ട് മുദ്ര കുത്തപ്പെട്ട് അതിർത്തി കടക്കപ്പെടുകയും 18ഓളം ആളുകൾ കൊല്ലപ്പെടുകയും ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഡൽഹിയിലെ ഒരു കൂട്ടം ആളുകൾക്ക് കൂടി സിറ്റിസൺസ് കമ്മിറ്റി ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഡെമോക്രസി എന്നൊരു സംഭവം ഉണ്ടാക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുക? ഒരു സാമാന്യ മനുഷ്യൻ്റെ ജീവിതത്തിന് യാതൊരു വിലയുമില്ലാത്ത രീതിയിൽ ഒരു തൊഴിൽ ശരീരം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഉപേക്ഷിക്കുക. ആ തൊഴിലുടമകൾ ഉപേക്ഷിച്ച് വളരെ ശക്തമായിട്ട് ഞാൻ പറയുന്നു, തൊഴിലുടമകളുടെ പെരുമാറ്റം വളരെ കൃത്യമായിട്ടും അങ്ങേയറ്റത്തെ ചൂഷണവും അതുപോലെ തന്നെ ഞാൻ എല്ലാ ആളുകളെയും അല്ല. അവസാനമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ വിജിലാൻറ്റിസം എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തത്തിനെ മറികടന്നുകൊണ്ട് ആളുകളെ കായികമായി നേരിടുന്ന തെരുവ് യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു രീതി വളരെ തെറ്റാണ്. കഴിഞ്ഞ 2018 മുതൽ ഡ്രീം എന്ന ഒരു സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ മൊട്ടാകെ. പ്രത്യേകിച്ച് ഡ്രഗ്സിലുള്ള ചെറുപ്പക്കാരും കുട്ടികൾക്കും അവർക്കൊക്കെ കൗൺസിലിംഗ് കൊടുക്കുക, അവർക്കുള്ള അവയർനെസ് കൊടുക്കുക, ഇങ്ങനെ വിവിധ ഭാഗങ്ങളായിട്ട് കഴിഞ്ഞ 8 വർഷത്തോളം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. പല ആൾക്കാരും അവിടെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴാണെങ്കിൽ പോലും അതിനകത്ത് വളരെ അപൂർവം മാത്രമേ അതിഥി തൊഴിലാളി വരുന്നുള്ളൂ. പക്ഷേ കൂടുതൽ തന്നെ നമ്മുടെ ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഒരുപാട് ആൾക്കാർ നമ്മളിങ്ങനെ മുദ്ര കൊത്തിക്കൊണ്ട് മാറ്റി നിർത്തുകയുള്ള ചെയ്യേണ്ടത്. പക്ഷേ മറിച്ച് അവർക്ക് നമ്മൾ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. ഇഷ്യൂ ഉണ്ടായിരിക്കാം, പക്ഷെ അവരേക്ക് മാറ്റിക്കൊണ്ട് അവർക്കൊരു അവയർനെസ്സും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അവരെയും നമ്മുടെയൊക്കെ പൊതുസമൂഹത്തിലേക്ക് ചേർത്ത് നിർത്തിയാൽ ഒരുപക്ഷെ നമ്മുടെ സമൂഹം ബെറ്ററാവുമെന്ന് എനിക്ക് തോന്നുന്നു. യാതൊരു രീതിയിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെയധികം മലിനീകരമായ രീതിയിലാണ് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി മുതൽ പാത്തിപ്പാലം വരെ ഉള്ള കുറെ സ്ഥലങ്ങളിൽ ഈ അതിഥി തൊഴിലാളികൾ പെരുമാറുന്നത് മുഴുവനും. പക്ഷെ അവിടെ നമ്മുടെ അന്തരീക്ഷം പെരുമ്പാവൂരെ ആകെ മാറി. ഇതിനെ തിരിച്ചെടുക്കാൻ പെരുമ്പാവൂർ തന്നെ. ഞാൻ പെരുമ്പാവൂരുകാരി തന്നെയാണ്. ഞങ്ങള് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തുവാ അവിടെ? ഇവിടെ ഓരോ സ്ഥലങ്ങളിൽ എന്നിട്ട് മലമൂത്ര വിസർജനങ്ങൾ ചെയ്യുക, പിന്നെ ഛർദിച്ചിടുക. നേരെ പെരിയാറിലേക്ക് പോകണം. പെരുമ്പാവൂരിലുള്ള സകല മാലിന്യങ്ങളും ഈ പറയുന്ന ബംഗാൾ കോളനിയിൽ 5000 പേര് താമസിക്കുന്ന ബാത്റൂം വേസ്റ്റ് പോലും എല്ലാം തുറന്നു വിടുന്നത് അതിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു തോടുണ്ട്. ആ തോട് നേരെ ചെന്ന് ചേർന്ന് പെരിയാറിലേക്കാ. പെരിയാറിൽ ഇത് ചെന്ന് ചേർന്ന് അവിടെ തന്നെയാണ് ലിഫ്റ്റ് ഇറിഗേഷന്റെ വെള്ളം അടിച്ച് 5-6 വാർഡുകളിലേക്ക് ആ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അത് ഈ തൊഴിലാളികളെ കുറ്റം പറയാൻ പറ്റുമോ? തൊഴിലുടമകൾ അതിനുള്ള സംവിധാനം ചെയ്തു കൊടുക്കണം. തൊഴിലുടമകളല്ല, ബിൽഡിംഗ് ഉടമകള്, താമസിപ്പിക്കുന്ന ബിൽഡിംഗ് ഉടമകളാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇതിലെ ഇവർക്ക് ചെയ്യേണ്ടത് തന്നെ, ഇവർ ആദ്യം വന്ന സമയത്ത് നമ്മൾ റൂം എടുത്തു കൊടുത്താൽ അവരവിടെ കെടുക്കാറുന്നു. ഇപ്പൊ കെടുക്കൂല. എന്നെ കുഴപ്പം ഇവരുടെ ബന്ധുക്കള്, സ്വന്തക്കാര്, ചേട്ടന്മാര്, അളിയന്മാരെന്ന് പണ്ട് വരും. കുറെ പേര് പണിക്ക് പോകില്ലാത്ത ആൾക്കാരുണ്ട്. അത് കാരണം നമ്മൾ കൃത്യമായിട്ട് ഇപ്പൊ റൂം എടുത്ത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇതിനൊരു കണക്കെടുപ്പ് പെരുമ്പാവൂര് ചെയ്യേണ്ടത് എന്താ വെച്ചാല് ഈ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന നമ്മുടെ മലയാളികള് മാത്രം നിരീക്ഷിച്ചാൽ ഇവരുടെ എല്ലാവരും കണക്കെടുക്കാം. തൊഴിലാളിയെ നോക്കാൻ പറ്റുന്ന ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ഒരാളുടെ കീഴിൽ ഇത്ര പേര് പണി ചെയ്യാന്നുള്ളത്, അവരെ മാത്രം കൊണ്ടുവരിക. അല്ലാതെ കണ്ടവരെ മുഴുവനും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നാട് നശിപ്പിക്കല്ല ചെയ്യണ്ടേ. അങ്ങനെ ആയിരിക്കും. അല്ലാതെ അതെനിക്കറിയില്ല. അല്ലാതെ വേറെ ഒന്നും അല്ലാതെ ഒരു വിഷയം ഇവിടെ പറഞ്ഞത്, നമ്മള് പെരുമ്പാവൂരിന്റെ നെറേറ്റീവിന്റെ കാര്യം പറഞ്ഞു. നെറേറ്റീവ് മാത്രമല്ല, നമ്മൾ പറയുമ്പോൾ നമ്മൾ ഏത് രാജ്യത്തെ കുടിയേറ്റം ഉണ്ടാകുമ്പോഴും അവിടെയുള്ള ജനങ്ങളുടെ സേഫ്റ്റി, സെക്യൂരിറ്റി, അവരുടെ ക്ഷേമം, ഈ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കേരളം ആരോഗ്യ രംഗത്ത് നേടിയ നേട്ടങ്ങളെല്ലാം അതിനെ പിൻവലിക്കുന്ന രീതിയിൽ ഈ പറയുന്ന കുടിയേറ്റ തൊഴിലാളികളുടെ ഭാഗത്ത് നില ഉണ്ടാകുന്നുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ കേരളം നിർമ്മാർജ്ജനം ചെയ്ത പല അസുഖങ്ങളും രോഗങ്ങളും കേരളത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിനെതിരെ നമ്മളൊരു ജാഗ്രത പുലർത്തണ്ടേ?
അത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഇവിടെ ത്രിതല പഞ്ചായത്തുകൾക്ക് അതിൽ വലിയ ബാധ്യതയുണ്ട്. ഈ ഇത്തരം കാര്യങ്ങൾ കുടിയേറ്റക്കാരെ സംരക്ഷിക്കുക, അവർക്കുള്ള വെൽഫെയർ പോലത്തെ അവരെ പദ്ധതികളിൽ വയ്ക്കാം. പക്ഷെ അത്തരം ഒരു നീക്കം നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾക്ക് ഇല്ല. ഇപ്പൊ ഒരു അനധികൃത കെട്ടിടം ഉണ്ടെങ്കിൽ പോലെ അതില് പോലും നടപടി എടുക്കാൻ നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾക്ക് കഴിയുന്നില്ല. അത് വലിയ വിഷയം തന്നെയാണ്. സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാം. ഞാനൊരു സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാം. നമുക്ക് കേന്ദ്രസേനയെ എടുക്കാം, ഒരു പാരാമിലിറ്ററിയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കാം. ഇവര് നാളെ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു സാറേ ഞായറാഴ്ച ദിവസം പെരുമ്പാവൂര് ആ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു മലയാളീസിന് ഒരു പെൺകുട്ടിക്ക് നടന്നു പോകാൻ പറ്റില്ല. ആർക്കും പറ്റില്ല. കാരണം അവര് കാണുന്നിടത്തിലൊക്കെ ഈ ഇവര് തിങ്ങി കൂടി നിന്നിട്ട് എന്തൊക്കെയാ പറയണേ, എന്തൊക്കെയാ കാണിക്കണേ. കളവ് പറയണേ, കളവ് പറയണത്. അല്ല, ഞായറാഴ്ച മാർക്കറ്റ് എന്ന് പറയുന്ന അതിന്റെ ഒരു വൈവിധ്യവും അവിടുത്തെ ആളുകളുടെ എന്താ, ഞാൻ അവിടെ പലതവണ പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഞടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഈ ബ്രഹ്മപുത്രയിലെ ഈ ഉണക്കമീൻ വിൽക്കുന്ന ഒരു 3-4 വ്യാപാരികളുണ്ട്. അവരുടെ വ്യാപാര മുതലുകളെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് ചവിട്ടി നശിപ്പിക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ലോക്കലായിട്ട് ആളുകളുണ്ട്. ഞാൻ സാറിനോടൊരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. ശാരീരികമായിട്ട് ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം തെറ്റാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മിനിമം ഒരു 5 ലക്ഷം കുറ്റകൃത്യങ്ങളെങ്കിലും ഈ മൈഗ്രന്റ് വർക്കേഴ്സിനെതിരെ നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട്. ഈ പൊതുസ്ഥലങ്ങളിലെ തെറി വിളിക്കുക, ബസ്സുകൾക്കുള്ളിൽ അപമാനിക്കുക, അടിക്കുക, ചീത്ത വിളിക്കുക, ഇതൊക്കെ ബംഗ്ലാദേശിൽ എന്ന് പറഞ്ഞിട്ട് അടിച്ചു ഓടിക്കുക, സംഘടിതമായ ആക്രമണം, ആക്രമണം അല്ല. ഇത് തെറ്റാണ്. കൃത്യമായി ഇടപെടുന്നുണ്ട്. നെട്ടൂരിലെ ഈ പറയുന്ന ഒരു പറ്റം ട്രേഡ് യൂണിയൻ ആളുകള് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു. എന്താണ് അതിനുള്ളിൽ, ആ മാർക്കറ്റിനുള്ളിൽ അതിഥി തൊഴിലാളികൾ വരുന്നു, രജിസ്ട്രേഷൻ ഇല്ലാതെയും അതുകൂട്ട് വെച്ചുകൊണ്ട് തന്നെ വരുന്നു. അവരവിടെ വെച്ചിട്ട് ലഹരി ഉപയോഗിക്കുന്നതെന്നാണ്, അത് തടയണമെന്നാണ് ആവശ്യം. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങളുടെ ലോക്കസ് എന്താണെന്ന് ചോദിച്ചത്. അതിഥി തൊഴിലാളികളാണ് നമ്മുടെ ഫലം, നമ്മൾ ഇപ്പോഴത്തെ ശക്തി. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാതെ വിമുഖത കാണിക്കുമ്പോൾ അവരാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് ഏകപക്ഷീയമായി അവരെ ഒഴിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത്, കോടതിക്ക് പോലും ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ പട്ടാളത്തെ ഇറക്കാം. ഒറ്റ രാത്രി കൊണ്ട് മോഹൻലാൽ പറഞ്ഞ പോലെ ഒഴിപ്പിക്കാൻ നമുക്ക് ധാരാവി ഒഴിപ്പിച്ചു. തൊഴിലാളികൾ ഇത്രയധികം ഇങ്ങോട്ട് ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ അതിഥി തൊഴിലാളികളോട് ഞങ്ങൾ ചോദിച്ചു, എന്താണ് ഞങ്ങൾക്ക് കേരളത്തെ വളരെ ഒത്തിരി ഇഷ്ടമാണ്, കേരളീയരെയും കേരളത്തെയും ഒത്തിരി ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. അവർ ചോദിച്ചു വെക്കേ, അവരുടെ കുട്ടികൾ 10 നമ്മുടെ കുഴി മടിയാണ് ഇതിനൊരു കാരണം. മാത്രമല്ല, ഇവിടെ നമ്മൾ ദുബായി പോയി കപ്പൽ കച്ചവടം ചെയ്യും, നമുക്ക് ഒരു ടെൻഷനും ഇല്ല, ആരും നോക്കാനില്ല. നമ്മൾ വേറൊരു നാട്ടിൽ പോയി ചെയ്യുന്ന ജോലി നമ്മുടെ നാട്ടിലെടുത്താൽ നമുക്കെന്തോ അഴിഞ്ഞു വീഴും എന്ന് പറയുന്ന ഒരു ദുരഭിമാനം നമുക്കുണ്ട്. അല്ല, അവർക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇത്രയധികം ആൾക്കാർ ജോലി ഇല്ലെന്ന് പറയുമ്പോഴാണ് ഇത്രയുള്ള ആൾക്കാർ ജോലി ചെയ്യുന്നത്. പറഞ്ഞാലും ഞാൻ ഞാൻ ഒരു വീട്ടമ്മയാണ്, പെരുമ്പാവൂരുകാരിയാണ്. ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിനെ കൊണ്ട് ഒരു സന്ധ്യ ഒരു 5 മണി 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരുമ്പാവൂർ ടൗണിൽ കൂടി ഒരു കാരണവശാലും സമാധാനമായിട്ടോ അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് എല്ലാ ദിവസവും സന്ധ്യ ആയി കഴിഞ്ഞാല് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഒരു ഇച്ചിരി മാറ്റമൊക്കെ വന്നിട്ടുള്ളൂ. അതിപ്പോ ഇവിടെ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായത് കുറെ ആളുകൾ അതിനു വേണ്ടി ഇറങ്ങി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. സാറേ, പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിരുന്നു. ആ വീഴ്ച അവർ പരിഹരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസമായിട്ട് പെരുമ്പാവൂർ വളരെ ശാന്തമാണ്. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികളുള്ളത് പെരുമ്പാവൂരല്ല, പെരിന്തൽമണ്ണയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളി താമസിക്കുന്നത് പെരിന്തൽമണ്ണയാണ്. പക്ഷെ പെരുമ്പാവൂര് അല്ല, ഞാൻ പറയുന്നത് ഈ മയക്കുമരുന്നിന്റെ വിൽപ്പനയൊക്കെ കൂടിയപ്പോഴാണ് ഇത്തരം ഒരു ശ്രദ്ധയിലേക്ക് വന്നത്. അതല്ലാതെ മറ്റു പ്രശ്നങ്ങളില്ല. പിന്നെ പെരുമ്പാവൂർ ഞായറാഴ്ച ഭായിമാരുണ്ട്. സ്വാഭാവികമായിട്ട് അവര് ആയിരക്കണക്കിന് ആളുകൾ പ്ലൈവുഡ് കമ്പനികളിലും ഒക്കെ താമസിക്കുന്നുണ്ട്. അവര് ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചില ഇഷ്യൂസ് അവിടെ ഉണ്ടാകാം. അപ്പൊ ഞാനൊരു അധ്യാപകനാണ്, ഞാൻ ശമ്പളം മേടിക്കുന്നത് പോലും ഈ അതിഥി തൊഴിലാളിയുടെ കുട്ടിയുടെ എണ്ണം വെച്ചിട്ടാ. നമ്മുടെ വീട്ടിൽ തൊഴിലെടുക്കണവരല്ലേ. വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പ്രവാസികളായിട്ട് അന്യ നാട്ടിൽ പോയി ജീവിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ നാട്ടിൽ വരുമാനം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവരിവിടെ വന്ന് ജോലി ചെയ്യുന്നത്. അതിനോടൊന്നും നമുക്കൊരു വിയോജിപ്പില്ല. അവർ ചെയ്തോട്ടെ. അവർ
അവരുടെ അവര് ജോലി ചെയ്തല്ലേ കൂലി വാങ്ങുന്നത്? Yes, അതെ. അവരെ അതൊക്കെ കുറ്റപ്പെടുത്തുന്നില്ല. സമ്മതിച്ചു. പക്ഷെ അതിന്റെ പേരില് ഇവിടെ താമസിക്കുന്നവർക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ അവർ നമ്മളോടൊന്നും ചെയ്തെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ അറിയില്ല. ഞങ്ങൾ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു സാഹചര്യവും സംവിധാനവും നമ്മുടെ നാട്ടിൽ പെരുമാറുണ്ടാവണം. അത്രയും ഞങ്ങൾക്ക് പറയാം. അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് വേണ്ടി അവരുടെ പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നും പറഞ്ഞ് NGO എറണാകുളം ജില്ലയിൽ 6 എണ്ണമുണ്ട്. കേരളത്തിൽ മൊത്തം 63 സംഘടനകൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരൊന്നും ഈ പറയുന്ന അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നതായി നമ്മളുടെ പറയട്ടെ. അവര് CSR ഫണ്ടും നാഷണൽ ഫണ്ടും വാങ്ങിക്കൊണ്ട് അവരുടേതായ ചില ഇഷ്ടങ്ങൾ ചെയ്യുന്നു എന്നല്ലാതെ ഈ അതിഥി തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനോ അതിഥി തൊഴിലാളികളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളിൽ ഒരു മാറ്റം വരുത്താൻ നമ്മളോടൊപ്പം നിർത്തി അവരെ നമ്മളുടെ കൂടെ നിർത്താനുള്ള ഒരു സംവിധാനവും ഈ NGO-കൾ ചെയ്യുന്നില്ല. ഒരു സെക്കൻഡ്, പെരുമ്പാവൂര് തന്നെ ഉണ്ടല്ലോ അതിനുള്ള ഉദാഹരണങ്ങള്. ഈ വളരെ കൃത്യമായി വളരെ നല്ല രീതിയിലുള്ള ആരോഗ്യ സൗകര്യം ലഭ്യമാക്കുന്ന രീതിയിൽ ഇദ്ദേഹത്തിന് കൂടി പരിചയമുള്ള CMIDയുടെ ആ ഒരു ക്ലിനിക്ക് ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്, പലതവണ സന്ദർശിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കാണുന്നത് ഏറ്റവും അത്യാധുനിക സൗകര്യമുള്ള ഒരു വാനില് ഒരു ഡോക്ടർ ഇരിക്കുന്നു, ഏറ്റവും മാന്യമായ രീതിയിൽ ഇടപെടുന്ന ഒരു നഴ്സിംഗ് സ്റ്റാഫും അതുപോലെ ആളുകളും അവർ വരുന്നു. എനിക്ക് CSR ഫണ്ടിനെ പറ്റിയോ ഒന്നും പറയാൻ ഞാൻ അതിനകത്ത് ഈ സമയം ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇത് പരിപൂർണമായിട്ടും തെറ്റാണ്. പറഞ്ഞ സംഘടന കഴിഞ്ഞ വർഷങ്ങളായിട്ട് ബായ് കോളനി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്വന്തമായി ഓഫീസ് കെട്ടി പ്രവർത്തിക്കുന്ന സംഘടന. ഇവർ ഇതുവരെ ഇത്തരം ഈ അസാൻമാർഗികമായ ഈ ആളുകളുടെ പ്രവർത്തനത്തെ ആ സംഘടനയെ കുറിച്ച് ഇപ്പോഴും അവിടെ ആ ബായ് കോളനിയിൽ സ്കൂളിൽ പോകാത്ത കുട്ടികൾ നടക്കുന്നുണ്ട്. ഇവരാരും ഒരു കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടായിട്ടില്ല. അവിടുത്തെ പഞ്ചായത്തിന്റെ ആളുകൾ അങ്ങനെ പറയരുത്. പെരുമ്പാവൂരിലൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഇവിടെ സാറ് തന്നെ പറഞ്ഞു അതിഥി തൊഴിലാളികൾ അധികമുള്ളത് പെരിന്തൽമണ്ണയിലാണ്, പെരുമ്പാവൂരല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പെരിന്തൽമണ്ണയിൽ ഈ പ്രശ്നമില്ല? ഇവിടെ പെരുമ്പാവൂര് നിയമം കയ്യിലെടുക്കാം. ഞാനൊരു ദിവസം അതില് കണ്ടന്തറ ഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ ഒരാളെ ഓടിച്ചിട്ടാണ് എല്ലാവരും. ഓടിച്ചിട്ട് അയാളെ അത് വീട്ടിൽ മോഷണത്തിന് ശ്രമിച്ചിരുന്നു. ആളുകൾ ഈ പ്ലൈവുഡ് പീൽ ചെയ്തിട്ടുള്ള വടി ഉണ്ടല്ലോ അത് വെച്ചിട്ട് അയാളെ തല്ലാണ്. ഞാൻ നിങ്ങൾ തല്ലല്ലേ, നിങ്ങൾ പോലീസിൽ പോലീസിലൊന്നും വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല, പോലീസുകാരോട് കൊണ്ടിരിക്കും. ഇത്തരത്തിൽ ഇവർ ഒരു ഗുണ്ടായിസം പെരുമ്പാവൂർ നടക്കുന്നുണ്ട്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. നിയമം കയ്യിലെടുക്കുന്നുണ്ട്. 3 വാർഡിലേക്ക് കുടിവെള്ളം അടിക്കുന്ന ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലെ മോട്ടോർ പമ്പിന്റെ ഉള്ളിൽ നിന്ന് 20,000 വില വരുന്ന കേബിള് 3 പ്രാവശ്യം ഈ അതിഥി തൊഴിലാളികൾ കട്ടുകൊണ്ടും പോയി. സാറേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ക്രിമിനൽ കേസുകൾ ഒരു വർഷത്തിൽ രാത്രി ഉറക്കം ഒഴിഞ്ഞിരുന്ന ആളെ പിടിച്ചു, ഉമ്മ വയ്ക്കണം, കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണം. ഒരു 3 വാർഡിലെ കുടിവെള്ളം 3 മാസം നിശ്ചലാക്കിയത്. ഇവർക്ക് കിട്ടുന്നത് ഈ കേബിൾ കൊണ്ടുപോയി കൊടുത്ത 200 രൂപ 300 രൂപ കിട്ടുള്ളൂ. നമ്മളിത് വീണ്ടും അനുവദിക്കണമെങ്കിൽ മന്ത്രിയുടെ മുതൽ MLA-യുടെ മുതൽ കൈയും കാലും പിടിക്കണം. പിന്നെ അത് 3 മാസം താമസിച്ചാണ് നമുക്ക് കണക്ഷൻ തന്നെ. എന്താ പറയുന്നത്? അല്ല, ഇത് ഈ പൊതുജനങ്ങളുടെ ഇടപെടലോടുകൂടി അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ ആരോഗ്യ കാര്യങ്ങളിലുള്ള ഇടപെടലിനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. ഗവൺമെന്റോ മറ്റ് സംഘടനകളോ ഒന്നും ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല എന്ന് പറയുന്നു. പാലക്കാട് വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ട് മറിഞ്ഞ് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പൊതുപ്രവർത്തകരും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അവിടെ ആഹാര സംസ്കാരം തമ്മിൽ മാറ്റുക, അല്ലെങ്കിൽ തയ്യൽ ജോലികൾ പരസ്പരം പഠിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വളരെ ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യുന്ന പല സ്ഥലങ്ങളും കേരളത്തിലുണ്ട്. കേരളത്തിൽ പെരുമ്പാവൂർ മാത്രമല്ല ഉള്ളത്. ഇപ്പൊ ഈ പെരുമ്പാവൂർ ഇത്രയും മൈഗ്രൈൻ ലേബേഴ്സ് പണിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നാട്ടിലുള്ള ആളുകൾ ഒരുപാട് സഹിക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി പറ്റുള്ളൂ. കാരണം ഒരു അതെ, ആ ഒരു ചെറിയ വട്ടത്തിൽ തന്നെ ആയിരക്കണക്കിന് മൈഗ്രൈൻ ലേബേഴ്സ് താമസിക്കുമ്പോൾ ആ ചുറ്റുപാടുമുള്ള നാട്ടുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ നേരത്തെ ഈ സ്ത്രീകൾ പറഞ്ഞതുപോലെ വൃത്തിഹീനമായ സാഹചര്യം, അതുപോലെ തന്നെ ഇവര് കൂട്ടം കൂടി മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെൺകുട്ടികൾക്ക് അതിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, ഇതൊക്കെ വെച്ചുകൊണ്ട് ആരെങ്കിലും ചിലപ്പോ പ്രതികരിച്ചു പോയേക്കാം. അത് വളരെ വിരലിലെണ്ണാവുന്ന കേസുകളേ ഉള്ളൂ. പക്ഷെ ഈ മൈഗ്രെയിൻ ലേബേഴ്സ് തന്നെ പരസ്പരം അക്രമം കാണിച്ച് കൊല്ലുന്നതാണ് അതിലൊക്കെ കൂടുതൽ. ഈ കഴിഞ്ഞ ആഴ്ച വരെയും ഞങ്ങളുടെ അവിടെ പല കമ്പനികളുടെ ചുറ്റുവട്ടത്ത് സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവര് തമ്മിൽ വഴക്കുണ്ടാക്കിയാൽ നമ്മുടെ ഇവിടുത്തെ മാതിരിയല്ല, വളരെ ക്രൂരമായിട്ടാണ് അവർ പരസ്പരം ആക്രമിക്കുന്നത്. ചിലപ്പോൾ ചെവിയൊക്കെ അവർ തന്നെ കടിച്ചങ്ങോട്ട് എടുക്കും ഒരാളുടെ, ചിലപ്പോൾ ചവിട്ടി കൊല്ലും.
കത്തി കയ്യിലിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് കുത്തിക്കൊല്ലും. ഇതൊക്കെ അല്ല, അതിനകത്ത് മയക്കുമരുന്നിന്റെ സ്വാധീനമുണ്ട്. ഇത് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിനെ നമ്മളിപ്പോ ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമ്മുടെയൊക്കെ എല്ലാവരുടെ ആവശ്യം, ഇരിക്കുന്ന എല്ലാവരുടെ ആവശ്യം മൈഗ്രൈൻ ലേബേഴ്സ് വേണം. അപ്പൊ അതിൽ മൈഗ്രൈൻ ലേബേഴ്സിന് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ഇതിൽ അവർ ഉപയോഗിക്കുന്ന ഞങ്ങളെ പോലുള്ള ആളുകളുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഈ കേരളം എന്ന ഈ സംസ്ഥാനത്ത് ജീവിക്കുന്ന ആളുകളുടെ സ്വസ്ഥതയും സമാധാനവും നിലനിർത്തിക്കൊണ്ട് വേണം ഈ മൈഗ്രൈൻ ലേബേഴ്സിനെ നമ്മൾ ഉൾക്കൊള്ളാൻ. കാര്യമുണ്ട്, ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ മലയാളികളാണ് കൂടുതൽ അച്ഛൻ പറഞ്ഞു ഇല്ല അച്ഛാ. പക്ഷെ ഇത് സെയിൽ ചെയ്യുന്നത് ഭായിമാരുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്തെങ്കിലും പറയരുത്. ഡാറ്റ എടുത്ത് പഠിക്കൂ. ഇതെല്ലാം സപ്ലൈ ചെയ്യുന്നതും ബാംഗ്ലൂരിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കൊണ്ട് ആണ്. ഇവിടെ ഭായിമാർ സെയിൽ അല്ല, ഇവിടെ കെട്ടുകണക്കിനായിട്ട് സാറേ, ഇന്നലെ തന്നെ പെരുമ്പാവൂർ അടുത്ത് ഇന്നലെ ഒരു പ്രദേശത്തെ 2 സ്ത്രീകള് തൊട്ടടുത്ത അപ്പുറയുള്ള വീടുകളിൽ താമസിക്കുന്നു. ഒരു സ്ത്രീ മറ്റേ സ്ത്രീനെ ഒരു വടിക്ക് അടിച്ച് തല പൊളിച്ചു കളഞ്ഞു. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണമെന്നാണല്ലോ സാറ് പറയണേ. സാറും അങ്ങനെ തന്നെ പറഞ്ഞേ, കണ്ടുകൊണ്ടിരിക്കണം. അല്ല, നിങ്ങൾക്ക് അതിനൊരു അധികാരമില്ല. മിനിഞ്ഞാന്ന് അതെ അവര് തന്നെ മിനിഞ്ഞാന്ന് പോലീസിന്റെ പവർ നിങ്ങൾക്കില്ല സാറേ. ഞങ്ങൾ അങ്ങനെ വന്ന സന്ദർഭത്തില് എന്ത് ചെയ്യണം? ഞങ്ങൾ അവരെ തല്ലുകൊണ്ട് കടന്നു ഉറങ്ങണം എന്നുള്ളതല്ല. നിങ്ങൾക്ക് നിങ്ങൾ എറണാകുളം ജില്ലാ കളക്ടറെ മുന്നിൽ അവിടെ കുത്തിയിരിക്കാൻ 30 ചാക്ക് മയക്കുമരുന്ന് പിടിച്ചിട്ട് 100 മീറ്റർ അപ്പുറമുള്ള എക്സൈസിൽ വിളിച്ചപ്പോ അവിടെ വണ്ടിയില്ലാന്ന് പറഞ്ഞു. ഞങ്ങൾ 2 വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. 2 വണ്ടി ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട് ആ എക്സൈസ് ഓഫീസിൽ. അവര് അങ്ങ് ജയിലിൽ പോയല്ലോ. മരണം വരെ ഉപവാസം നമ്മുടെ ജില്ലാ കളക്ടർ പോലീസിൽ വിളിച്ചു. പോലീസ് സെക്കൻഡ് വെച്ച് വൈകിട്ട് നേരെ മീൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ മാതിരി അവിടെ ഭായിമാര് മയക്കുമരുന്ന് പബ്ലിക്കായിട്ട് കച്ചവടം ചെയ്യണം ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. ഞങ്ങളെ സംബന്ധിക്കുന്നതോളം പെരുമ്പാവൂര് വളരെ സമാധാനമായിട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഞങ്ങൾ പെരുമ്പാവൂർ ടൗണിലൂടെ പല ജോലികളും ചെയ്ത് ഹരിതകർമ്മസേന ജോലി ചെയ്യുന്ന ആളുകളാണ് ഞങ്ങള്. അപ്പൊ വളരെ സ്വാതന്ത്ര്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ജോലി ചെയ്യേണ്ടതാണ്. അപ്പൊ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ആ ചേട്ടൻ പറഞ്ഞ പോലെ അക്രമങ്ങൾ ഞങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ നമ്മൾ ഇത് കാണുമ്പോൾ പേടിച്ചിട്ടായിരിക്കും. പക്ഷെ ആ വരുന്ന അവര് തിരിച്ച് നമ്മളെ അടിക്കുവോ അങ്ങനെയുള്ള തരത്തിലുള്ള രീതിയിലാണ്. അല്ല, അതോടൊപ്പം തന്നെ ഞങ്ങൾ ഹരിതകർമ്മസേന ആളുകള് ഞങ്ങൾ കടകളിൽ നിന്ന് വേസ്റ്റ് എടുക്കാൻ ചെല്ലും, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എടുക്കാൻ ചെല്ലുമ്പോൾ സ്റ്റെപ്പ് കയറി പോകുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ ഒറ്റ സ്റ്റെപ്പിലും പോലും ചവിട്ടി നടക്കാനോ അല്ലെങ്കിൽ ആ വേസ്റ്റ് എടുക്കാനോ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഉപ്പല് കൊണ്ടും വൃത്തിഹീനമായ രീതിയിൽ മലമൂത്ര വിസർജനങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുകൊണ്ട് തന്നെ വളരെ ദയനീയമായ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് ജോലി ചെയ്യാതിരിക്കാൻ കഴിയില്ല. വളരെ ബുദ്ധിമുട്ട്. അതായത് ഒരു വിഭാഗം, എല്ലാ വിഭാഗക്കാരും പറയുന്നില്ല, പക്ഷെ ഒരു വിഭാഗം ആളുകള് ചെയ്യുന്നു. ആ സഹോദരിക്ക് എന്തോ പറയാനുണ്ടല്ലോ. ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്നവര് അവർ എവിടുന്ന് വരുന്നു, അവർക്ക് കൃത്യമായ രേഖകളുണ്ടോ, അവർക്ക് കൃത്യമായ താമസിക്കാനുള്ള സ്ഥലമുണ്ടോ, അവർക്ക് അല്ലെങ്കിൽ മലമൂത്ര വിസർജനം നടത്താനുള്ള സൗകര്യങ്ങളുണ്ടോ, ഇതെല്ലാം അന്വേഷിച്ച് നടപ്പാക്കിയിട്ട് വേണം ഇവരെ കൊണ്ട് താമസിപ്പിക്കാൻ. അല്ലാതെ ആളുകൾ വരുന്നു, അവരെ ഇവരുടെ കാശ് കിട്ടാൻ വേണ്ടി മാത്രം താമസിപ്പിക്കുന്നതുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. എല്ലാരും പറഞ്ഞ രേഖായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് പറയണത്. ഞാന് ഈ COVID-19 കാലഘട്ടത്തില് കളക്ടർ ഓഫീസിൽ ഞാന് ഇത് മറ്റേ കൺട്രോൾ റൂമിന്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും കുറെ ആളുകൾ എങ്ങനെ സർക്കാർ തന്നെ കുറെ ആളുകൾ ആസാമും ബംഗാളും UP-യും അവരെ ട്രെയിൻ വഴി എങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നോക്കിയാൽ എല്ലാവരും ആധാർ കാർഡ് നോക്കിയിട്ടാണ് വിറ്റുന്നത്. ആ സമയത്തും ഒരാൾ പോലെ തന്നെ ബംഗ്ലാദേശിൽ കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ വിഷയം, അവിടുത്തെ ലോ ആൻഡ് ഓർഡറെ കുറിച്ച് അങ്ങൊന്ന് പറഞ്ഞു. കാര്യം ഈ സ്ത്രീകളൊക്കെ പറയുന്നു അവർക്ക് ഞായറാഴ്ചയൊക്കെ പോകാൻ പേടിയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. കാര്യം പെരുമ്പാവൂർ എന്ന് പറയുന്നത് കേരളത്തിൽ പെരുമ്പാവൂരിൽ മാത്രമല്ലല്ലോ അതിഥി തൊഴിലാളി താമസിക്കും. പെരുമ്പാവൂർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലേബർ ഹബ്ബാണ് പെരുമ്പാവൂർ. പിന്നെ ഞായറാഴ്ച അവധി ആയതുകൊണ്ട് ഇവരെ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞായറാഴ്ച മാത്രം പുറത്തേക്ക് വരുള്ളൂ. ബാക്കി 6 ദിവസം സാമാന്യമായ ഒരു രീതിയിലേക്ക് പോവാണ്. ഈ ഒരു മാസത്തിന് മുമ്പ് ഈ അന്യ സംസ്ഥാന സ്ത്രീകളും ആ പെരുമ്പാവൂരുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു മാസത്തിന് ഇപ്പുറമായിട്ട് കുറെ ഇടപെടലുകൾ പോലീസിന്റെയും നാട്ടുകാരെ വേറെ അതിക്രമം ചെയ്യല്ല, ഒരു അവിടെ നോക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ സ്ത്രീകൾ ഇല്ലാതായപ്പോ നമ്മുടെ നാട്ടിലെ പിള്ളേര് പഠിക്കാൻ പറഞ്ഞ പിള്ളേരെ കയ്യെ കയറി പിടിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി.
അങ്ങനെ കാണുമ്പോ പ്രതികരിക്കണോ വേണ്ടയോ? ഈ രണ്ടുപേര് പറയുന്ന അനുസരിച്ച് ഈ പ്രതികരിക്കേണ്ടെന്നാണ് പറയണേ. പ്രതികരിക്കണോ വേണ്ടേ? അല്ല, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഈ സർക്കാരുകൾക്കോ സംവിധാനങ്ങൾക്കോ ബലമില്ലെന്ന് പറഞ്ഞിട്ട് വ്യക്തികൾ ഒരുമിച്ച് കൂടി സംഘം ചേർന്ന് ഒരാളെ ആക്രമിക്കുന്നത് നീചമായ ഒരു പ്രവൃത്തിയാണ്. അത് പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് നിങ്ങൾ നിൽക്കുക. ഒരു അടുത്ത കാര്യം പറയാം. അടുത്ത കാര്യം പറയാം. ഇത് അവസാനം ഇവിടെ സംസാരിച്ച ഒരാൾ പറഞ്ഞു, ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു എന്നോട്. അവരെ ഒരു ഫീൽഡിൽ പണിയെടുക്കുന്ന ഒരാളാണ്, അവർക്ക് എന്റെ ബുദ്ധിമുട്ടറിയാം. ഇത് ഇവിടെ തൊഴിൽ ചെയ്യാനായിട്ട് ആളുകൾ വരുമ്പോൾ അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടോന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ ആളുകളെ കൊണ്ടുവരാവുള്ളൂ. അതിനെന്താണ് പ്രശ്നം? അല്ല സാറേ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ എന്റെ മോളെ കൊണ്ട് റോട്ടിൽ കൂടി നടന്നു പോകുമ്പോ കഞ്ചാവോ എന്തടിച്ചിട്ടാണെങ്കിലും ബോധം ഇല്ലാണ്ടോ ബോധം ഉണ്ടായിട്ടോ ഒരു ബായി അല്ലെങ്കിൽ ഒരു അന്യ സംസ്ഥാന തൊഴിലാളി എൻ്റെ മോളെ എന്തെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അവിടെ നോക്കി നിന്ന് മോളെ സമാധാനമായിട്ട് നിൽക്കി, ഞാൻ പോലീസിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് പോലീസ് വന്ന് അയാളെ കൈകാര്യം ചെയ്യുന്നതാണോ? ചിലപ്പോൾ ഞാൻ കൈകാര്യം ചെയ്യുന്നു വരും. ഞാൻ അതിനെപ്പറ്റി അല്ല മകളെ ഒരാൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ നോക്കി നിൽക്കണമെന്ന് സാക്ഷാൽ മഹാത്മാഗാന്ധി ആരെങ്കിലും പറയുമോ? അത് സമ്മതിക്കൂല. നാളെ രാവിലെ ഒരു 5 മണിക്ക് പെരുമ്പാവൂർ വരട്ടെ, ലൈവായിട്ട് ഇഞ്ചക്ട് ചെയ്യുന്നതും നാട് റോട്ടിൽ നിന്നിട്ട് ഇവർ വൃത്തിയായിട്ട് ചെയ്യുന്നു ഞങ്ങൾ കാണിച്ചു, ഗ്യാരണ്ടി ആയിട്ട് കാണിച്ചു കൊടുക്കാം. ശരിക്കും ഞാൻ ഈ ഷോ അവസാനിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പെരുമ്പാവൂർ മാത്രമല്ല പ്രശ്നം, അതിഥി തൊഴിലാളികൾ ഫോക്കസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ് നമ്മുടെ ചർച്ചാ വിഷയം. നിർഭാഗ്യവശാൽ ആന്റണി പെരുമ്പാവൂർ നാട്ടിലേക്ക് നമ്മളൊക്കെ പോയി, അതാണ് പ്രശ്നം പറ്റിയത്. അപ്പോൾ എന്താണ് ഇപ്പൊ നമ്മുടെ റൂറൽ DG ഉണ്ട്, അതുപോലെ പല ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ സിറ്റിയിലുണ്ട്. അപ്പൊ അവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതിഥി തൊഴിലാളികൾ നമ്മുടെ ശത്രുക്കളല്ല, അവർ നമ്മുടെ സാമ്പത്തിക, അവർ നാടിന്റെ നട്ടെല്ലായി മാറിക്കഴിഞ്ഞു. അവരെ നമ്മൾ സ്വീകരിക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കൃത്യമായ പരിശോധനകൾ വേണം. താമസിക്കുന്ന കെട്ടിട ഉടമകൾ അവരുടെ രേഖകൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം. പഞ്ചായത്തുകൾ അവർ ചെയ്യേണ്ട ജോലികൾ, കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട അനധികൃത കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ്, നേരത്തെ സഹോദരിമാർ പറഞ്ഞില്ലേ, അതാ കെട്ടിടത്തിന്റെ ഉടമയുടെ ബാധ്യതയാണ് അവിടുത്തെ വേസ്റ്റുകൾ മാനേജ് ചെയ്യുക എന്നുള്ളത്. അതിലെ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ലാത്ത കെട്ടിടങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ത്രിതല പഞ്ചായത്തിൽ സ്വീകരിക്കണം. രണ്ടാമത്തെ കേസ്, എക്സൈസ് വിഭാഗത്തെ ശക്തിപ്പെടുത്തണം. പ്രത്യേകിച്ച് പെരുമ്പാവൂർ വീക്കാണെന്ന് പറയാൻ 32 ആളുകളെ ഞാൻ നേരത്തെ കൈക്കൂലി സ്ഥലം മാറ്റി കേസ് പറഞ്ഞല്ലോ. ഞങ്ങൾ എക്സൈസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. പക്ഷെ എക്സൈസിനെതിരെ പരാതി കൊടുത്തെങ്കിലും ഞങ്ങളെ വിളിച്ച് അന്വേഷിച്ചു. പക്ഷെ അതിന് തുടർ നടപടികളൊന്നും मैंने इधर सुना है कि बाहर से आदमी लोग आके इधर बहुत खराब करते, ऐसा करते, हम लोग को भी इधर बहुत मुश्किल होता है. അവൾ പറയുന്നത് ഇപ്പൊ മൈഗ്രൻസ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ് ഇപ്പൊ കൂടുതലും അവർ പറയുന്നത്. പക്ഷെ ഈ പെൺകുട്ടികൾ അവർക്ക് ഇതുപോലെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ബസ്സിൽ കയറുമ്പോഴും ഷോപ്പിൽ കയറുമ്പോഴും മലയാളക്കാരും ചെയ്യാറുണ്ട്. മലയാളികൾ അതിനകത്ത് വലിയ ഭാഷാ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. दुकान में जाने का टाइम में पैसे देने के लिए तो हाथ पकड़ के ऐसा खींचेगा. अगर ബസ്സിലാണെങ്കിലും ഷോപ്പിലാണെങ്കിലും ऐसा सब हमारे साथ भी होता है. मैं सिर्फ ओनली बंगाली नहीं करता है, मलयाली लोग भी करते हैं. हम लोग जो काम करता है कंपनी में डबल ड्यूटी हमको, ऐसा एक लड़की होके हम लोग डबल ड्यूटी वाला तो 24 आवर्स काम करना पड़ता है खड़ा होके. പീരിയഡ് होते भी हमसे काम कराता है उस टाइम. അപ്പൊ ഇദ്ദേഹത്തിനോടൊന്ന് പറഞ്ഞു കൊടുത്തേക്കണം, വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു കൊടുത്താലും മതി. മാധവിക്കുട്ടി ഒരു എളുപ്പ വഴി പറഞ്ഞു, ഇവിടുത്തെ എഴുത്തുകാരിയാ, കയ്യിലൊരു ബ്ലേഡ് കൊണ്ട് കിടക്കണമെന്ന്. പെൺകുട്ടികൾ ഒന്ന് പറഞ്ഞു കൊടുത്തത്. ഓക്കെ, റെഡി. ഓക്കെ, അങ്ങ് കേരളത്തിലുടനീളമുള്ള അതിഥി തൊഴിലാളികളെ കുറിച്ച് അടുത്ത 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ വരുന്ന ഒരു വലിയൊരു മാറ്റം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഈ കായികമായിട്ടോ മറ്റു രീതിയിൽ സജീവമായിട്ടോ തൊഴിലെടുക്കുന്ന ആളുകളുടെ എണ്ണം അതിഭയങ്കരമായിട്ട് കുറയാൻ പോവുകയാണ്. താങ്കൾ തന്നെ ആദ്യം സൂചിപ്പിച്ച് വളരെ ശരിയാണ്. കാരണം നട്ടല്ലായി മാറുന്ന അവസ്ഥ. ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഇന്ത്യയിലെമ്പാടുമുള്ള പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൊഴിലാളികളുടെ വിഭജനം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ബംഗാൾ പോലത്തെ സംസ്ഥാനങ്ങൾ കൂടുതൽ ആളുകളെ അങ്ങോട്ട് വരുത്താനുള്ള കാര്യങ്ങൾ ചെയ്യും.
ഏത് രീതിയിലാണ് കേരളം പൊതുവിൽ അങ്ങനെ ചിന്തിക്കണമല്ലോ, കേരളത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു ചിന്ത അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ഇവിടെ സുരക്ഷിതത്വ ബോധത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അന്യ സംസ്ഥാന തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പല രാജ്യങ്ങളിൽ നടക്കുന്ന പോലെ തന്നെ അത് അവിടുത്തെ സമൂഹങ്ങൾക്ക് ഹിതകരമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രവണത ഇവിടെയുണ്ട്. അതിനെ നിയമപരമായിട്ട് നേരിടുവാനും ശക്തിപ്പെടുത്തുവാനുള്ള സംവിധാനമാണ് നമുക്ക് വേണ്ടത്. മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയുന്നത്, സംസ്ഥാനങ്ങളിലെ പ്രത്യേക വ്യക്തികൾ തമ്മിലുള്ള ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ പലതരത്തിലുള്ള ഒരു സിവിൽ സമൂഹത്തിന്റെ ആളുകൾ ഒത്തുചേർന്ന് സമാധാനപരമായ രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്യുകയായിരിക്കും ഇതിന് ഏറ്റവും വേണ്ടപ്പെട്ടൊരു കാര്യം. നിങ്ങൾ ഈ സംവാദം മൊത്തം കണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നും കേരളത്തിലെ ഏറ്റവും വലിയ ക്രമസമാധാന പ്രശ്നമുള്ള സ്ഥലമാണ് പെരുമ്പാവൂർ. അങ്ങനെയൊന്നുമല്ല. കേരളത്തിലെ പോലീസിന് പരിഹരിക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ചും എറണാകുളത്തെ റൂറൽ പോലീസിന് പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയം മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷേ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് എന്താണ് പെരുമ്പാവൂർ സംഭവിക്കുന്നത്. കേരളത്തിലെ പല സ്ഥലങ്ങളിലും അതിഥി തൊഴിലാളികൾ ചേക്കേറിയിട്ടുണ്ട്. അവിടെയെല്ലാം ചില്ലറ പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ അവരെ നമ്മോടൊപ്പമുള്ള ആളുകളായിട്ട് കാണുക. കാരണം അവരാണ് ഇന്ന് നമ്മുടെ ജീവിതത്തെ താങ്ങി നിർത്തുന്നത്. അവർ ഒരു ദിവസം അവരുടെ നാട്ടിലേക്ക് വണ്ടി കയറിയാൽ കഴിഞ്ഞു. മറ്റു വിഷയവുമായി ഇനി നാളെ രാത്രി 8:15. ഗുഡ് ബൈ.